Hi all, magic morning. Magic morning. Okay, എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഫസ്റ്റ് ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. ഒന്നുമല്ല, നമ്മുടെ ബി മാജിക്കില് മൺഡേ ടു സാറ്റർഡേ വരെയുള്ള ദിവസങ്ങളിൽ നമുക്ക് ട്രെയിനേഴ്സിന്റെ സെഷൻ ആയിട്ട് ഡിസ്കഷൻ, ചില ദിവസങ്ങളിൽ ഡിസ്കഷൻ, എല്ലാ വ്യാഴാഴ്ചയും മൈസൂരി ആയിട്ടാണ് കണ്ടക്ട് ചെയ്യാറ്. സോ നിങ്ങൾ ഇതിലെ ഏത് ദിവസത്തിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യാറ്? ട്രെയിനേഴ്സിന്റെ സെഷന് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ഡിസ്കഷൻ ആണോ, അല്ലെങ്കിൽ മൈ സ്റ്റോറി ആണോ? ഏതാണ് നിങ്ങൾ ഒരു വെയിറ്റ് ചെയ്യുന്ന ഒരു ഡേ ഏതാണ് നമ്മുടെ ബി മാജിക്കില്? ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാമോ പെട്ടെന്ന്? ഒരുപാട് ആലോചിക്കാനൊക്കെ ഉണ്ടോ ഇതിന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്? ഒന്നുകൂടെ പറ മനസ്സിലായില്ല. ഓക്കെ, അതായത് മൺഡേ ടു സാറ്റർഡേ വരെ നമുക്ക് ബി മാജിക്കിലെ മോർണിംഗ് സെഷൻസ് ഉണ്ടാവാറുണ്ട്. ചില ദിവസങ്ങളിൽ നമ്മുടെ ട്രെയിനേഴ്സിന്റെ സെഷൻ ആണ്, ദെൻ ഡിസ്കഷൻ വരാറുണ്ട്. എല്ലാ വ്യാഴാഴ്ചയും നമുക്ക് മൈ സ്റ്റോറി, ഇൻസ്പയർ ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റോറീസ് ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ളത്? നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഒരു ഡേ ഏതാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഒരുപാട് പേര് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ, പ്രവീണ മാം, ഓസിൻ സാറിന്റെ ക്ലാസ് എല്ലാം കൂടിയത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഫൈൻ. അപ്പം മൈ സ്റ്റോറിക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും വെയിറ്റ് ചെയ്യാറുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ സ്റ്റോറി കേൾക്കാൻ താല്പര്യമുള്ളവർ ഉണ്ടായിരിക്കും അല്ലെ? സ്റ്റോറി കേൾക്കാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് ആയിട്ടിരിക്കുന്നവരുണ്ടായിരിക്കും. അപ്പം ഇന്ന് വ്യാഴാഴ്ച നമുക്ക് മൈ സ്റ്റോറി ആണ്. സോ നിങ്ങൾക്കറിയാം, നമ്മുടെ ഓസ്റ്റിൻ സാറാണ് ഇന്ന് ഓസ്റ്റിൻ സാറ് സ്റ്റോറി ഷെയർ ചെയ്യാൻ വന്നിട്ടുള്ളത്. നമുക്ക് ഓസ്റ്റിൻ സാറ് സ്റ്റോറി കേൾക്കാല്ലേ? ഓക്കെ, അപ്പം ഓസ്റ്റിൻ സാർ പ്ലീസ് വെൽക്കം. താങ്ക് യു സോ മച്ച്. ഈ മൈ സ്റ്റോറി എന്ന് പറഞ്ഞ പരിപാടി ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല നിങ്ങളുടെ, അപ്പൊ അതുകൊണ്ട് ഇതെങ്ങനെ സംഭവം എന്ന് അറിഞ്ഞുകൂടാ. പിന്നെ ഞാൻ ഇന്നിപ്പോ ഉള്ളത് ഗോവയിലാണ്. ഗോവയിലെ ഒരു നിർവാണ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ. അപ്പൊ എൻ്റെ ഒരു കൊളീഗ് ഉണ്ട്, പുള്ളി ഉള്ളി കിടന്ന് ഉറങ്ങാണ്. അപ്പൊ അതുകൊണ്ട് റൂമിൽ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് പുറത്ത് സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിലാണ് ഞാനിപ്പോ ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ചെറിയ ലൈറ്റിംഗ് കുറവുണ്ടാവും. കാര്യം അദ്ദേഹം അവിടെ കിടന്ന് ഉറങ്ങാണ്. അപ്പൊ ഞാൻ വെറുതെ രാവിലെ തന്നെ വിളിച്ചെനിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പുള്ളി പറഞ്ഞു നീ ചെയ്തോ, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും എനിക്കൊരു വിഷമം. ഓക്കെ, അപ്പം നിങ്ങളെ ക്ലാസ്സുമായിട്ട് വരാറ്. പക്ഷെ നാളെ എനിക്ക് എത്താൻ പറ്റൂല. നാളെ ഞാൻ ട്രാവലിങ്ങിലായിരിക്കും, തിരിച്ച് അങ്ങോട്ടുള്ള യാത്രയിലായിരിക്കും. ഞാൻ 6 മണിക്കാണ് എൻ്റെ ട്രെയിൻ അവിടെ എത്തുന്നത്. ഇപ്പൊ സ്റ്റോറി തുടങ്ങാല്ലേ? എവിടെ തുടങ്ങണം, എന്ത് തുടങ്ങണം എന്ന് പറഞ്ഞാൽ ഇത് ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു സ്റ്റോറി പറച്ചൽ പരിപാടിയിലേക്ക് വരുന്നത്. അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എനിവേ, ഇപ്പോഴത്തെ എൻ്റെ ഒരു അവസ്ഥ അറിയാലോ. എൻ്റെ പേര് ഓസ്റ്റിൻ എന്നാണ്. എനിക്ക് വൈഫ് ഉണ്ട്, 4 മക്കളുണ്ട്. 2 ആണും 2 പെൺകുട്ടികളാണ് എനിക്കുള്ളത്. മൂത്ത ആള് 9, താഴെ ആളത്തെ മൂത്തത് 2 ആൺകുട്ടികൾ. അപ്പം മൂത്ത പയ്യന് 9, രണ്ടാമത്തവൻ 7, മൂന്നാമത്തെ പയ്യൻ നമ്മുടെ മകളാണ്, അവൾ 5, നാലാമത്തെ മകള് 3. അങ്ങനെയാണ് എൻ്റെ ഒരു ഇത്. പിന്നെ എൻ്റെ ഫാദറും മദറും എൻ്റെ കൂടെയാണ്. ഞങ്ങളുടെ ഒരു കൊച്ചു ഫാമിലിയാണ്, ഒരു 8 പേരുള്ള ഒരു ചെറിയ ഫാമിലിയാണ്. ഞാൻ തുടങ്ങുന്നത് എൻ്റെ നാട്, ഞാനിപ്പോൾ എൻ്റെ പേരിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വാളൂർ എന്ന് കണ്ടിട്ടുണ്ടാവും. അതാണ് എൻ്റെ ജന്മദേശം. വാളൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് എൻ്റെ ഒരു ജന്മദേശം. അവിടെ ഒരു 1981 ഞാൻ ജനിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം, 1980 ബോയ്സിനോടൊക്കെ ചോദിച്ചാൽ അറിയാം, വലിയ കളറൊന്നുമല്ല ലൈഫ് അന്നത്തെ പോലെ. നമ്മുടെ ലൈഫ് എന്താ പറയാ, ഭയങ്കര കഷ്ടപ്പാടും ദുരിതമൊക്കെ തന്നെയായിരുന്നു. ബേസിക് നീഡ്സ് ഒക്കെ നമ്മുടെ അപ്പച്ചൻ പോലീസിലായിരുന്നു. എനിക്ക് ഓർമ്മ വയ്ക്കുമ്പോൾ അപ്പച്ചൻ പോലീസിലാണ്. പക്ഷെ അന്ന കാലത്തൊന്നും പോലീസിനൊന്നും അത്ര വലിയ സാലറിയോ കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഒരു ചുരുങ്ങിയ ഒരു ജീവിതം, നന്നായിട്ട് പോകുന്നു, കുഴപ്പമില്ല, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഞങ്ങൾക്ക് അന്ന് അപ്പൊ ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളത് കൊണ്ട് അപ്പച്ചൻ അവിടെ ഒരു ചെറിയ മില്ലിട്ടു, ഈ അരി ഇടിച്ചു പൊടിക്കുന്ന മില്ലൊക്കെ ഇട്ടു. അപ്പൊ എൻ്റെ സ്കൂൾ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് കൂടുതലും രാവിലെ സ്കൂളിൽ പോവാ, തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ മില്ലിൽ ജോലി എടുക്കണം. കാര്യം അവിടെ വർക്ക് ചെയ്യുന്നത് അപ്പാപ്പനൊക്കെയാണ്, എൻ്റെ ഫാദറിന്റെ ഫാദറാണ്. അപ്പൊ മിക്കവാറും അവിടെ ആയിരിക്കും. പിന്നെ അല്ലെങ്കിൽ ഒരു 7-8 കാലഘട്ടമൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്തിട്ട് കൊപ്രാട്ടുന്നത്, മുളക് പൊടിക്കുന്നത് ഒക്കെ ഇട്ടു. അപ്പം സാധാരണ പിള്ളേര് സ്കൂളിൽ വന്നു കഴിഞ്ഞാല് ബാഗ് അഴിച്ചിട്ട് കളിക്കാൻ പോകുമ്പോൾ
ഞാൻ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാല് ബാഗ് അടിച്ചിട്ടാ നേരെ മില്ലിൽ പോവാ. അപ്പൊ അവിടെ എന്നെ കാത്തുമ്പോ കുറെ മുളക് പൊടിക്കാനൊക്കെ ഉണ്ടാവും. ഈ കാര്യം അമ്മച്ചിക്ക് ലങ്സിനൊരു പ്രശ്നമുള്ളതുകൊണ്ട് ആളങ്ങനെ മുളകൊന്നും പൊടിക്കാറില്ല. അപ്പം മുളക് പൊടിക്കാനുള്ളതും മല്ലി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പൊടിക്കാനുള്ളത് എന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ രസം വെച്ചാൽ ഈ സാധനം പൊടിച്ചു കഴിഞ്ഞാല് പിന്നെ അറിയാലോ മേത്ത് മൊത്തം മുളക് പൊടിയും കാര്യങ്ങളൊക്കെ ആവും. അപ്പൊ പിന്നെ വീട്ടിൽ കുളിച്ചാൽ ശരിയാവില്ല, കാര്യം അത്രയും മുളക് പൊടി ആയിട്ടുണ്ടാവും. ഞങ്ങളുടെ അടുത്തൊരു പുഴയിലൊക്കെ പോയി മുങ്ങിക്കിടന്നിട്ടൊക്കെയാണ് കുളിച്ചിട്ട് വരാം. എന്നിട്ടാണ് പഠിക്കാനൊക്കെ ഇരിക്കുന്നത്. എന്തായാലും 9ഉം 10ഉം വലിയ കുഴപ്പമില്ലാത്തൊരു മാർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ പോലെ വീട്ടിൽ എന്ത് ചോദിച്ചാലും കാശില്ല. അതാണ് ഒരു പ്രശ്നം. കാര്യം അപ്പച്ചന് 5 പെമക്കളായിരുന്നു. അപ്പൊ അവരെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ വന്നതോടുകൂടി ഒരു എന്താ പറയാ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യമായിരുന്നു. അപ്പൊ എപ്പോഴും എന്ത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാലും നോ എന്നുള്ളതാണ് നമ്മുടെ ഉത്തരം. ഒന്നിനും കാശില്ല. ടൂർ പോകാൻ കാശ് വെച്ചോ, ടൂർ പോകാൻ പൈസയില്ല. ഡ്രസ്സിനോ പൈസയില്ല. പലപ്പോഴൊക്കെ എന്റെ അമ്മ പറയണ കേട്ടിട്ട്, പറയണ കേൾക്കല്ല, എന്റെ അനുഭവമാണ്. ഈ ഷർട്ടൊക്കെ തയ്പ്പിക്കുന്ന സമയത്ത് ഈ 2 ആളുടെ വലിപ്പത്തിലേക്ക് ഷർട്ട് തയ്പ്പിക്കുക. കുറെ തുണി എടുത്ത് കൊടുത്തിട്ട് ഒരു നല്ല വലിപ്പത്തിൽ തയ്പ്പിച്ചോളാൻ പറയും. അപ്പൊ എന്നിട്ട് ആ ചേട്ടനോട് പറയും, ചെക്കന്മാരാണ്, പെട്ടെന്ന് വലുതാവും, ഇടയ്ക്കിടയ്ക്ക് ഷർട്ട് ഒന്നും മാറ്റി കൊടുക്കാൻ പറ്റൂല. അപ്പൊ ഞാൻ എന്റെ 17 വയസ്സിലൊക്കെ ഞാൻ ആലോചിക്കുന്നുണ്ട്, ഞാനൊരു 17 അല്ല, ഒരു 18 വയസ്സിലൊക്കെ ഞാനൊരു അപ്പോളയിൽ ജോലിക്ക് പോകുന്ന സമയത്ത്, മറ്റേ അപ്രന്റീസ്ഷിപ്പ് ആയിട്ട് പോകുന്ന സമയത്ത് ഞാൻ ഇത്ര ഉള്ളെങ്കിൽ ഇത്ര വലിപ്പമുള്ള ഷർട്ട് ഇട്ടാ പോകുന്നത്. അപ്പൊ അങ്ങനെ പോകുമ്പോ അവിടെയുള്ള സാറന്മാർ ചോദിച്ചിട്ട്, ഇത് എന്ത് കോലമാണത്, ഇത് എന്താണ് ഇങ്ങനത്തെ ഷർട്ടൊക്കെ? ഞാൻ പറഞ്ഞു, എങ്ങനെയാണ് തയ്ച്ചിടുന്നത്. അപ്പൊ അന്നൊക്കെ ഒരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഷർട്ടെങ്കിലും സ്വന്തമായിട്ട് വാങ്ങണം, വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്യരുത് എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. അപ്പം 9ലും 10ലും ഒക്കെ അങ്ങനെ പോകുന്നു. അപ്പൊ ഈ സമയത്ത് തന്നെ ഇപ്പൊ ഞാൻ നിങ്ങളോട് ക്ലാസ് എടുക്കുന്നു, ഇതുപോലെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരാളായേ ആയിരുന്നില്ല ഞാൻ. ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഒരാളുടെ മുമ്പിൽ വരില്ലായിരുന്നു. എന്റെ നല്ലൊരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാൻ പള്ളികളിൽ ഞങ്ങൾക്ക് ഇങ്ങനെ പ്രസംഗ മത്സരമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു പ്രസംഗ മത്സരത്തിന് പക്ഷെ എനിക്ക് ആഗ്രഹങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ ഈ വലിയ പ്രസംഗിക്കണം. പാട്ട് പാടാൻ കഴിവില്ല, കാര്യം ഞാൻ പാട്ട് പാടുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഇതുപോലെ പള്ളിയിൽ ഞങ്ങളുടെ പാട്ട് പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര ഒച്ചയിൽ പാടും. കാര്യം നമ്മളെ ഭയങ്കര ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ അവസാനം ആ ചേച്ചി വന്ന് എന്റെ കാല് പിടിച്ചു പറഞ്ഞു, ഓസ്മൻ നീ ഒന്നും മിണ്ടാതിരിക്കും, ബാക്കിയുള്ള പിള്ളേരുടെ പാട്ടും കൂടി നിങ്ങൾ തെറ്റിക്കില്ലേ. അപ്പൊ അപ്പൊ എനിക്ക് മനസ്സിലായി പാടി നന്നാവൂല എന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ പിന്നെ അന്ന് പ്രസംഗിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ പ്രസംഗ മത്സരത്തിന് പേര് കൊടുത്ത്. അപ്പൊ ഞാൻ ഇങ്ങനെ അവിടെ നടക്കുന്നുണ്ട്. പ്രസംഗ മത്സരമൊക്കെ നടക്കുന്നത് അറിയാലോ, ആരും കാണാനുണ്ടാവില്ല. പക്ഷെ അന്ന് വന്ന ഒരു സുന്ദരിയായ ചേച്ചിയുടെ ബ്രദറുമാണ് ഇത് നോക്കാൻ വന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാലും പ്രസംഗിക്കാം. അത് 5 മിനിറ്റ് മുമ്പാണല്ലോ വിഷയം, നിമിഷ പ്രസംഗമാണ്. അങ്ങനെ ഞാൻ പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കാൻ ചെന്നപ്പോ എനിക്ക് മനസ്സിലായി എന്തായാലും കാല് പറിക്കുന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായി. അപ്പൊ പാന്റ് ഇട്ട് പ്രസംഗിക്കാൻ പോയി ഞാൻ നേരെ വീട്ടിൽ പോയി തിരിച്ചു പാന്റ് മാറ്റി മുണ്ട് കൊടുത്തുകൊണ്ട്. കാര്യം മുട്ട് പറിക്കുന്നത് ആരും കാണണ്ടെന്നുള്ളൊരു പ്രതീക്ഷയാണ്. അങ്ങനെ ഞാൻ പ്രസംഗിക്കാൻ ആരംഭിച്ചു. അപ്പൊ ഈ ചേച്ചി ഇങ്ങനെ ഭയങ്കര താടിക്ക് കൈയൊക്കെ കൊടുത്ത് എന്നെ ഇങ്ങനെ കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ പ്രസംഗം തുടങ്ങി. ഞാൻ ഈ ചേച്ചിനെ നോക്കും. അപ്പൊ ആ ചേച്ചി എന്റെ വായിൽ നിന്ന് എന്തോ മണിമുത്തുകൾ ഇങ്ങനെ അടർന്ന് വീഴുന്ന് പറക്കിയെടുക്കുകയാണെന്നുള്ള രീതിയിലാണ് ഈ ചേച്ചി എന്റെ പ്രസംഗം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്കാണെങ്കിൽ ആകെ ഒരു വല്ലാത്ത പോലെയായി. അപ്പൊ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ നോക്കിയപ്പോ എന്റെ ഇടത്തെ കാലിന്റെ മുട്ട് വിറയ്ക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി പണി പാളി. അപ്പൊ ഞാൻ വീണ്ടും വലത്തെ കാലിലേക്ക് ലോഡ് ചെയ്തു. അപ്പൊ വലത്തെ കാലും വിറയ്ക്കുന്നുണ്ട്. ഇങ്ങനെ ഇടത്തെ കാലും വലത്തെ കാലും മാറുന്നു. വായക്കൂടെ എന്തൊക്കെയോ പറയുന്നു. ഞാൻ പിന്നെ വിചാരിച്ചു ഇനി വിറക്കില്ല എന്ന് വിചാരിച്ചു 2 കാലും കൂടി നിർത്തി വെച്ച ശേഷം 2 കാലും കൂടി പറിച്ചു കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് ശരിക്കും കാണാം. ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഓടി. അപ്പോ അതൊരു ഭയങ്കര ഒരു ഫെയിലിയർ ആയിരുന്നു. എന്താ പറയാ, ആളുകൾ കളിയാക്കി കൂവി, അറിയാലോ, സ്റ്റേജിൽ നിന്ന് പ്രസംഗമൊക്കെ കഴിഞ്ഞ് പോന്നു. പക്ഷെ ഞാൻ ഉറപ്പിച്ചു പ്രസംഗം എന്തായാലും പറയുന്നുള്ള കാര്യത്തിന് ഒരു തീരുമാനമില്ല. അപ്പൊ ഞാൻ എവിടെ ചാൻസ് കിട്ടിയാലും ഇങ്ങനെ വിറതാങ്ങി എന്നൊക്കെ പറയുമല്ലോ, നമ്മുടെ പോഡിയത്തിലൊക്കെ പിടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറയുമായിരുന്നു. അങ്ങനെ ഞാൻ 10 കഴിഞ്ഞപ്പോ എന്ത് എന്നുള്ളൊരു ചോദ്യം ഉണ്ട്. അപ്പൊ ഞാൻ അവിടെ പ്രീ ഡിഗ്രി ഉള്ള സമയമാണ്. ഞാൻ കഴിഞ്ഞതിന് ശേഷമാണ് പ്രീ ഡിഗ്രി നിർത്തിയത്. അപ്പൊ ഞാൻ അവിടെ നല്ല കോളേജിലൊക്കെ അപ്ലൈ ചെയ്തു. ക്രൈസ്റ്റ് കോളേജൊക്കെ വലിയ ഫേമസ് ആണ് ഇരിഞ്ഞാലക്കുട, നമ്മുടെ ഇന്നസെന്റിന്റെ ഒക്കെ നാട്ടില് തൊട്ടടുത്താണ്. അപ്പൊ അവിടേക്ക് അഡ്മിഷൻ കിട്ടി. പക്ഷെ ഞാൻ പോയില്ല. കാര്യം എന്താ വെച്ചാൽ എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു ജോലി കിട്ടണം. കാരണം എന്താ പറയാ, നമ്മുടേതായ രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ 10 പൈസ വേണം. ഒരു ഷർട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഷർട്ട് എങ്കിലും മേടിക്കാനുള്ള ഒരു കാശ് വേണമെന്നുള്ളത് കൊണ്ട് അപ്പം പ്രീ ഡിഗ്രി കഴിഞ്ഞ് പിന്നെ വേറൊരു കോഴ്സ് ചെയ്ത് വരുമ്പോഴേക്കും ഒരുപാട് സമയം എടുക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നേരെ ഡിപ്ലോമയ്ക്ക് പോയി. അതും ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു വിഷയത്തിനാണ് ഡിപ്ലോമ പഠിച്ച. പോളിമർ ടെക്നോളജി എന്ന് പറഞ്ഞൊരു വിഷയമാണ്. കാര്യം അത് എൻ്റെ ഒരു അങ്കിൾ വന്നിട്ട് പറഞ്ഞു, ഇനി പോളിമർ ആണ് കാലഘട്ടം എന്ന് പറഞ്ഞിട്ട് എന്നോട് പഠിക്കാൻ പറഞ്ഞു. ഞാനത് പഠിച്ചു. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഓർഗാനിക് കെമിസ്ട്രിയാണ് ഡിപ്ലോമയ്ക്ക് എനിക്ക് പഠിക്കാനുണ്ടായിരുന്നത്.
പക്ഷെ ഞാൻ പഠിച്ച് ജയിച്ചു. പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്ക് അപ്പൊ തന്നെ ജോലി കിട്ടി അപ്രന്റീസ്ഷിപ്പ് ആയിട്ട്. വെറും 1000 രൂപയായിരുന്നു എന്റെ ആദ്യ ശമ്പളം. അപ്പൊ അതിനകത്ത് 500 രൂപ അമ്മയ്ക്ക് കൊടുക്കണം. അമ്മ പറയും കുറി വെക്കണം, അങ്ങനെയാണ് ഇവിടെ വീട്ടില് പ്രശ്നങ്ങളൊക്കെയാണ്. ബാക്കി 500 രൂപയില് വണ്ടിക്കാശ കൂടി 350 രൂപ, പിന്നെയുള്ളൊരു 150 രൂപയ്ക്കാണ് നമുക്ക് ജീവിക്കാൻ പറ്റുക. എന്നാലും എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോയി. അത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അടുത്തൊരു ജോലി കിട്ടി. ആ ജോലിയിൽ എന്റെ ശമ്പളം 2500 രൂപയായിരുന്നു. ഒരു വർഷം കഴിഞ്ഞ സമയത്ത് അവരെനിക്ക് 500 രൂപ കൂടി തന്നു. പക്ഷെ ഞാൻ ഒരു കാര്യം ഉണ്ടായിരുന്നു, ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും ദൈവം അനുഗ്രഹിച്ച് അതിന്റെ ഏകദേശം ഒരു ടോപ്പിലേക്കൊക്കെ എത്തും. എന്റെ പൊസിഷനിൽ എത്താൻ പറ്റുന്ന ഒരു ടോപ്പിലേക്കൊക്കെ എത്തും. ഇപ്പൊ ഈ 2500 രൂപയുടെ ജോലിക്ക് ഞാൻ പോകുമ്പോഴും അത് എറണാകുളം പോകണം, എനിക്ക് അവിടെ താമസിക്കണം, അതിന്റെ കോസ്റ്റുകളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ചെറിയൊരു പൈസ ബാക്കി വെക്കാൻ പറ്റും. ബാക്കി വെക്കാൻ പറ്റൂല, എന്നാലും 1000 രൂപ അമ്മയ്ക്ക് കൊടുക്കണം. ബാക്കിയുള്ള 1500 കൊണ്ടൊക്കെ നമ്മൾ ജീവിച്ചിരുന്നത്. അപ്പൊ അങ്ങനെ അടുത്ത ജോലി കിട്ടി. ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവരെനിക്ക് 500 രൂപ കൂടി തന്നു. എന്റെ സാലറി 3000 രൂപയായി. അങ്ങനെ ഞാൻ ആലോചിച്ച് കഴിഞ്ഞപ്പോ ഈ 3000 രൂപ സാലറിയിൽ ഇങ്ങനെ 500 വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ഒരു 10000 രൂപ ശമ്പളം ആവണമെങ്കിൽ ഞാൻ ദൈവം ഇനി 10-40 പൈസ ആവേണ്ടി വരും എന്നുള്ള തിരിച്ചറിവ് വന്നപ്പോൾ ഞാൻ ആ കമ്പനിയിലെ ജോലി റിസൈൻ ചെയ്തു. എനിക്ക് വേറൊരു ജോലി ആയിട്ടുണ്ടായില്ല. പിന്നെ വേറൊരു കമ്പനിയിലേക്ക് എന്നെ വിളിക്കുന്നു. അവിടെ ജോലിക്ക് പോകുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും അപ്പച്ചൻ അപ്പോളോ ടയേഴ്സിൽ എനിക്കൊരു ജോലി വാങ്ങിത്തരാണ്. അവിടെ ഏറ്റവും രസം എന്ന് വെച്ചാൽ അപ്പച്ചന്റെ ഒരു സ്വാധീനത്തിന് പുറത്ത് കിട്ടുന്ന ഒരു ജോലിയാണേ. അല്ലാണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. കാര്യം അതൊരു വർക്കർ പണിയാണ്, അടിമപ്പണി എന്നൊക്കെ പറയൂലേ. 3 വർഷം അവിടെ അപ്രന്റീസ് ആയിട്ട് ജോലി ചെയ്യണം. ഒരു ദിവസത്തെ വേതനം എന്ന് പറയുന്നത് വെറും 70 രൂപ അല്ലെങ്കിൽ 80 രൂപ. ഈ 80 രൂപയിൽ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു എന്താ പറയാ, ഒരു ദിവസം ഒരു മെഷീനിൽ ഏകദേശം ഒരു ഏകദേശം ഒരു 40 ടയർ ഇറങ്ങും. ഈ 40 ടയറുള്ള 13 മെഷീൻസ് എന്നൊക്കെ ഈ നിങ്ങൾ കണ്ടല്ലോ വലിയ ട്രക്കിന്റെ ടയർ. ഈ ടയർ രണ്ടാളുകൂടി പൊക്കി ഒരു വലിയ വണ്ടിയിലേക്ക് ഇട്ട് കൊണ്ടുപോകണം. അതുപോലെ ഇത് ക്യൂർ ചെയ്ത് മീൻസ് വേവിക്കുന്ന സ്ഥലത്ത് പണിയെടുക്കണം എന്ന് വെച്ചാൽ കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ അതിന്റെ അക്രമ കഷ്ടപ്പാട്. കാരണം ഈ അപ്രന്റീസ്ഷിപ്പ് ഇതിനകത്ത് ഇവരെ മാക്സിമം പണിയെടുപ്പിക്കുക, ഇങ്ങനെയുള്ളവരെ മാത്രം അവിടെ എടുത്താൽ മതി ചെറിയൊരു പൈസക്ക്. ഈവൻ നിങ്ങൾ വിശ്വസിക്കില്ല ആ കാലഘട്ടം ഉണ്ടായിരുന്നു എന്നുള്ളത്. ഓഫിന് പൈസ ഇല്ല. അതായത് ഇപ്പൊ ഞങ്ങൾക്ക് 7 ദിവസം ഉണ്ടെങ്കിൽ ആ 7ാമത്തെ ദിവസം ഓഫ് എടുക്കാം, പക്ഷെ ഓഫിന് പൈസ ഇല്ല. അപ്പൊ ഈ സമയത്ത് തന്നെ എനിക്കൊരു ആഗ്രഹമുണ്ട് പഠിക്കണം എന്നുള്ള ആഗ്രഹം. കാര്യം ഡിപ്ലോമയ്ക്ക് പോയി ഞാൻ അതിനുശേഷം വലിയ ആഗ്രഹത്തിൽ ബിടെക്കിന് ജോയിൻ ചെയ്യാൻ നിന്നപ്പോൾ ഞാൻ ഇങ്ങനെ പാർട്ട് ടൈം ആയിട്ടൊക്കെ പഠിക്കാന്ന് വെച്ചു. അപ്പൊ എന്റെ കോഴ്സിന്റെ പാർട്ട് ടൈം നിർത്തി അവര്. രണ്ടാമതൊരു പ്രശ്നം എന്ന് വെച്ചാല് ലാറ്ററൽ എൻട്രിയിൽ പോകാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിന് പൈസ അടച്ചു, ആപ്ലിക്കേഷൻ ഫോം കൊടുത്തു. പക്ഷെ പ്രശ്നം എന്താ പറ്റിയെന്ന് വെച്ചാല് ഞാൻ വെറുതെ ആളുകളോടൊക്കെ അന്വേഷിച്ചു. അന്ന് ഇന്റർനെറ്റ് ഒന്നും ഇത്ര സുലഭമല്ല. വെറുതെ ആളുകളോട് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതിന്റെ ഫീസ് ഏകദേശം ഒരു 10-35,000 രൂപ സെമ്മിന് വരുമെന്ന്. അപ്പൊ അന്ന് എനിക്കറിയാം വീട്ടിൽ ചോദിച്ചിട്ട് കാര്യമില്ല, ലോൺ എടുക്കുന്നതിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞൂടാ, എടുത്താൽ അടയ്ക്കാൻ പറ്റുമെന്ന് പറഞ്ഞൂടാ. അപ്പൊ ഞാൻ എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ ഫീസ് അടച്ചിട്ടും പിന്നെ ഞാൻ പോയില്ല. ഞാൻ ഇതൊക്കെ ജോലി ചെയ്യുന്ന സമയത്താണ്. അത് കഴിഞ്ഞ് പിന്നീടാണ് എക്സാമിന്റെ തലേദിവസമാണ് അറിയുന്നത് 4000 രൂപയാണ്, ബാക്കി എല്ലാ കോഴ്സിനും 35,000 രൂപയാണ്. പോളിമർ എന്ന് പറഞ്ഞ സബ്ജക്ട് ബിടെക് പഠിക്കുന്നതിന് 4000 രൂപ എന്ന് പറയണത്. അങ്ങനെ ഞാൻ പിന്നെ അതും എന്റെ മോഹം പോയി. അപ്പൊ ഞാൻ ഡിഗ്രി ഒക്കെ പഠിക്കാനായിട്ട് ജോയിൻ ചെയ്തു ഈ ജോലിക്ക് പോകുന്ന സമയത്ത് തന്നെ. അങ്ങനെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നു. പക്ഷെ സാമ്പത്തികമായിട്ട് ഒരു സംഭവമില്ല. എവിടെ ജോലി ചെയ്യുന്നു, അപ്പോളിൽ ജോലി ചെയ്ത് തിരിച്ചു വരുന്നു. അങ്ങനെ 3 വർഷം കഴിഞ്ഞപ്പോൾ എന്നെ പെർമനന്റ് ആക്കി. അപ്പൊ ഒരു 15,000 രൂപ ശമ്പളമായി. പക്ഷെ അപ്പോഴും ശമ്പളത്തിന്റെ കാര്യത്തിൽ വലിയ കൂടുതലൊന്നുമില്ല. അങ്ങനെ ഇരിക്കെ എനിക്ക് ഗൾഫിലേക്ക് ഒരു ചാൻസ് വന്നു. ഞാൻ അങ്ങനെ ഗൾഫിൽ പോകണം. ഒന്ന് ആലോചിച്ച് നോക്കണം, അന്ന് ഇപ്പോഴും അപ്പോളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് നല്ല ശമ്പളമുണ്ട്. ഞാൻ എന്റെയൊക്കെ സമയത്ത് ജോലി ചെയ്തിരുന്ന ആളുകൾക്ക് ഇപ്പൊ ഏകദേശം ഒരു 70,000-80,000 ഒക്കെ നാട്ടിൽ കിട്ടും. പക്ഷെ ഞാനൊരു റിസ്ക് എടുക്കുകയാണ്. കാരണം അന്ന് എനിക്ക് 15,000 ആണ് സാലറി. എനിക്ക് ഗൾഫിൽ ഓഫർ ചെയ്ത സാലറി ഏകദേശം ഒരു 40,000 റുപ്പീസ് ആണ്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഗൾഫിലേക്ക് പോവാണ്. ഗൾഫിലും എന്റെ അവസ്ഥ സുഖകരമായിരുന്നില്ല. എന്ന് വെച്ചാൽ ഒരു ഇന്റർവ്യൂ നടത്തിയ മനുഷ്യനാണ് അവിടെ എന്റെ ഓവർ പെർഫോമൻസ് കൊണ്ട് ക്വാളിറ്റിയിലേക്ക് ഇന്റർവ്യൂവിന് പോയി എന്നെ പിടിച്ച് പ്രൊഡക്ഷനിൽ ഇട്ടു. അവിടെ ചെന്നപ്പോഴാണ് അയാളെ തനിരൂപം കാണുന്നത്. ഒരു നമ്മുടെ ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരുത്തനാണ്. ഭയങ്കര ഷൗട്ടിങ്ങും അച്ഛനമ്മയ്ക്കൊക്കെ ബാസ്റ്റഡ് എന്നൊക്കെ വിളിക്കും. അങ്ങനെ അത്ര എന്താ പറയാ, അത്ര ടഫ് ആയിട്ടുള്ള ഒരു ജോബായിരുന്നു. പക്ഷെ നമ്മളിങ്ങനെ ഒരു 3 to 6 months നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് വീഴുന്നുണ്ട് എവിടെയും. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഏകദേശം 27 വയസ്സായി, കല്യാണപ്രായമായി. വീട്ടുകാരെ നിർബന്ധിച്ചു തുടങ്ങി. അങ്ങനെ ഞാൻ കല്യാണം കഴിച്ചു. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു കുട്ടിയായി. അപ്പോഴേക്കും ആ കമ്പനിയിലെ ജോലി ഞാൻ വേണ്ടെന്ന് വെച്ചു. കാരണം എനിക്ക് കുടുംബത്തോടൊപ്പം ജീവിക്കണം എന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട്, ആ കമ്പനിയിൽ ഫാമിലി ലൈസൻസ് കിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് വിട്ട് വേറൊരു കമ്പനി ജോയിൻ ചെയ്തു. ആ കമ്പനി അതിലും ദുരന്തമായിരുന്നു. എന്ന് വെച്ചാൽ ഒരു മലയാളി കമ്പനി ആയിരുന്നു. അദ്ദേഹം
ഞാൻ ജോയിൻ ചെയ്ത ഉടനെ തന്നെ അവിടുത്തെ സാധനങ്ങളൊക്കെ മാറ്റണം, അല്ലെങ്കിൽ വേറെ നമുക്കൊരു വെയർ ഹൗസിലേക്കൊക്കെ മാറണം എന്ന് പറഞ്ഞിട്ട് എന്നെ ഏൽപ്പിച്ചു. ഞാൻ എന്റെ മാക്സിമം ചെയ്തു, പക്ഷെ കുറെ സാധനങ്ങളോട് മാറ്റാനുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അന്ന് ഈ പറഞ്ഞ പോലെ ആളുകളോട് സംസാരിക്കാനും ടോപ്പിലുള്ള ആൾക്കാരോട് എന്നെ കൺവിൻസ് ചെയ്യാനൊക്കെ ഉള്ള ഒരു കഴിവ് കുറവായിരുന്നു. അപ്പോൾ ഞാൻ എന്റെ മാഡത്തോട് പറഞ്ഞു, പക്ഷെ മാഡം സാറിനോട് പറഞ്ഞില്ല. കൃത്യം ഒരു മാസം, ഞാൻ ജോയിൻ ചെയ്ത് ഒരു മാസം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ആ വെയർ ഹൗസ് മാറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് ഏകദേശം 6,000 ദിറംസ്, എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇപ്പൊ വന്ന് 1,20,20,000 റുപ്യ ഉണ്ടാവും, അന്ന് ഏകദേശം ഒരു 1,00,000 രൂപയുടെ അടുത്ത് വരും. ആ പൈസ ഈ പറഞ്ഞ മലയാളി മുതലാളി പറഞ്ഞു, നീ ഇത് കറക്റ്റ് സമയത്ത് ചെയ്തില്ല, അതുകൊണ്ട് ആ വെയർ ഹൗസിന്റെ റെന്റ് നിന്റെ സാലറിന്ന് കട്ട് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ ജസ്റ്റ് എന്റെ ഫാമിലിനെയും കൊണ്ട് അവിടെ ലാൻഡ് ചെയ്തിട്ടുള്ളൂ. വാടക എനിക്കന്ന് 4,000 ദിറംസാണ് ശമ്പളം. 2,000. അപ്പൊ നമുക്കിങ്ങനെ പൈസ അധികം അഡ്വാൻസ് കൊടുക്കാനില്ലാത്തതുകൊണ്ട് കയ്യിൽ കാശില്ല അഡ്വാൻസ് കൊടുക്കാൻ. അപ്പൊ ഫ്ലാറ്റിലാണെങ്കിൽ കുറച്ചും കൂടി റെന്റും ഇലക്ട്രിസിറ്റി ഒക്കെ കുറവാണ്. പക്ഷെ ഞാനൊരു വില്ലയിലാണ് താമസിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും വില്ല എന്ന് പറയുമ്പോൾ വലിയ വില്ലയിലാന്നല്ല, വലിയ വില്ലയിലെ ഒരു വില്ല ഒരു 10, 15, 20 ഫാമിലിക്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഈ വില്ലയോട് ചേർന്ന് ഒരു ആസ്പെറ്റോസ് ഇട്ട, നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഗൾഫിലെ ആസ്പെറ്റോസ് ഇട്ട ഒരു കുടിസ് റൂമും, ആ റൂമിലാണ് അതിനോട് ചേർന്ന് ഒരു ബാത്റൂമും ഒരു ചെറിയ കിച്ചണും. അപ്പൊ അവിടെയാണ് ഞാനും ഭാര്യയും കുട്ടിയും താമസിക്കുന്നത്. കാര്യം അവിടെ അഡ്വാൻസ് കൊടുക്കേണ്ടത്, അതുകൊണ്ട് മാസം 1,000 ദിറംസ് ആണ് അതിന് വാടക. ഏകദേശം 1,000 ദിറംസ് തന്നെ അയാള് മറ്റേ അതിന്റെ ഓണർ കറണ്ട് വെള്ളം എന്നൊക്കെ പറഞ്ഞ് മേടിക്കും. അപ്പൊ 2,000 ദിറംസ്, 4,000 ദിറംസ് ആണ് എന്റെ ശമ്പളം. ഞാനും ഭാര്യയും കുട്ടിയുണ്ട്. ഈ ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് പറഞ്ഞു വെച്ചാല്, എന്റെ ഓണർ ഈ 6,000 ദിറംസ് എന്റെ സാലറിന്ന് കട്ട് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ ആകെ സങ്കടപ്പെടുക. കാര്യം ചെയ്യും വെയർ ഹൗസ് മാറ്റി ഇത് കുറെ നാൾ കഴിയുമ്പോൾ എനിക്ക് ഒരു 10-15 ദിവസത്തിനുള്ളിൽ എനിക്ക് ചിക്കൻ ബോക്സ് വന്ന് ഞാൻ 15 ദിവസം വീട്ടിലിരുന്ന് തിരിച്ചു വന്നപ്പോൾ എന്റെ അക്കൗണ്ടന്റ് എനിക്ക് എടുത്തിട്ട് 500 ദിറംസ് ശമ്പളം തരുന്നത്. ഞാൻ ചോദിച്ചു, 500 ദിറംസ്, നീ വെയർ ഹൗസ് ചേഞ്ച് ചെയ്യാനായിട്ട് ലേറ്റ് ആയി, അപ്പൊ അതിന്റെ ശമ്പളം എന്നോട് നിന്റെ സാലറിന്ന് കട്ട് ചെയ്യാൻ പറഞ്ഞു. ഞാനായതുകൊണ്ട് അതിന്റെ പകുതി കട്ട് ചെയ്യല്ലോ, പകുതി അടുത്ത മാസം കട്ട് ചെയ്യും. ഞാൻ പറഞ്ഞു, ഈ പറഞ്ഞ ഫുൾ സാലറി, അതായത് 6,000 ദിറംസ് എന്റെ സാലറിന്ന് ഒറ്റയ്ക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ 500 ദിറംസ് വെച്ചിട്ട് ഞാൻ കരഞ്ഞു. കാര്യം എങ്ങനെ ജീവിക്കും, കാര്യം ഭാര്യയുണ്ട്, കുട്ടിയുണ്ട്, ഇത്രയും ദുബായിലൊക്കെ അറിയാലോ, ജീവിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് അറിയാലോ. ഞാനിങ്ങനെ ആകെ സ്റ്റണ്ടായി. ഞാൻ തന്നെ ഈ മുതലാളിനെ പോയി കണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ എന്താണ് ഇങ്ങനെ? അപ്പോൾ ഒരു വെയർ ഹൗസ് മാറ്റിയില്ല, എന്റെ പൈസക്ക് എന്താ വിലയില്ലേ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ കുറേ ഡയലോഗ് കിട്ടു. ഞാൻ പറഞ്ഞു, ഇല്ല സാർ ജീവിക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് വേണമെങ്കിൽ ക്വിറ്റ് ചെയ്ത് പോരായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ ഒരു ഞാൻ ഏത് കരിയറിൽ പോയി കഴിഞ്ഞാലും എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും നമ്മൾ നേടിയിട്ടേ പോരുള്ളൂ എന്നുള്ളൊരു വാശി എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ 500 ദിറംസ് അയാള് കുറെ റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, 500 ദിറംസ് വെച്ച് കട്ട് ചെയ്യുക, അപ്പൊ 3,500 ദിറംസിന് എനിക്ക് മാനേജ് ചെയ്ത് പോവാം എന്ന് പറഞ്ഞു. പക്ഷേ പുള്ളി സമ്മതിച്ചില്ല. പുള്ളി പറഞ്ഞു, ഫൈനലി 1,000 ദിറംസ് വെച്ച് കട്ട് ചെയ്യും, നിനക്ക് 3,000 ദിറംസ് ശമ്പളം തരും, 1,000 ദിറംസ് കട്ട് ചെയ്യും. അങ്ങനെ 6 മാസം കൊണ്ട്. പക്ഷെ പുള്ളി ഒരു ഓഫർ തന്നു, നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്, നീ മര്യാദയ്ക്ക് പെർഫോം ചെയ്യണമെങ്കിൽ കാശ് തിരിച്ചു തരാന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു ശുഭപ്രതീക്ഷ, ലൈക്ക് ഞാൻ വർക്ക് ചെയ്യും, കാര്യം എന്റെ കഴിവിൽ എനിക്ക് ഇന്ന് വിശ്വാസമുണ്ട്, നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിയാം. കാര്യം ഈ വെയർ ഹൗസ് മാറ്റുന്നത് അവരുടെയും കൂടി ഒരു ടെക്നിക്കൽ പ്രശ്നമാണ്. പക്ഷെ അവരത് അംഗീകരിക്കാൻ തയ്യാറില്ല. ഗൾഫാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല, എനിക്ക് എന്റെ ഫാമിലി ഉണ്ട്. അങ്ങനെ 3,000 ദിറംസ് ശമ്പളം കിട്ടും, 2,000 ദിറംസ് ഇവർക്ക് കൊടുക്കും, ബാക്കി 1,000 ദിറംസ് വെച്ച് ജീവിക്കണം. ഭാര്യയ്ക്കും കൊച്ചിനും ഭക്ഷണം കൊടുക്കണം, ട്രാവൽ ചെയ്യണം. അപ്പൊ ഓരോ മാസവും ഞാൻ ജീവിതത്തിൽ അതുവരെ ഞാൻ പറഞ്ഞില്ല അങ്ങനെ കടം മേടിച്ചെന്നുള്ള ശീലമൊന്നുമില്ല. പക്ഷെ അന്ന് ഒരിക്കലും കടം മേടിക്കാൻ പഠിച്ചു. ഒരാളുടെ നിന്ന് മേടിക്കും, പിന്നെ അപ്പുറത്ത് കൊടുക്കും, അപ്പുറത്ത് മേടിക്കും, ഇപ്പുറത്ത് മേടിക്കും. എന്നുവെച്ചാൽ ഭയങ്കരമായിട്ട്. പക്ഷെ എന്റെ വൈഫ് ഭയങ്കര നന്നായിട്ട് എന്റെ കൂടെ നിന്നു. അത് കഴിഞ്ഞൊരു 6 മാസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒരു വില്ല മാറി. അപ്പൊ കുറച്ചും കൂടി വാടകയിലും കറണ്ടിലൊക്കെ ഒന്ന് കുറച്ചുകൂടി, അത് നിങ്ങൾ ആലോചിച്ചു, പാകിസ്ഥാനികളുടെ വില്ലയിലേക്ക് ഞാൻ മാറി. കാര്യം അവിടെയാണ് അവിടെ മലയാളികൾ കമ്പാരിറ്റീവ്ലി കുറവാണ്, ബാക്കി കൂടുതലും പാകിസ്ഥാനികളാണ്. അപ്പൊ എന്റെ ചുറ്റും പാകിസ്ഥാനികളാണ്. പക്ഷെ കുഴപ്പമുണ്ടായില്ല, സേഫ് ആയിരുന്നു. പക്ഷെ കുറച്ചും കൂടി നല്ല റൂമും ഒക്കെ ആയിട്ട് മാറി. അപ്പൊ എന്നാലും ഞാൻ പറയാന്ന് വെച്ചാൽ ആ സമയത്തൊക്കെ കയ്യിൽ പൈസ ഇല്ല. അങ്ങനെ ഗതികെട്ട് പിന്നെ കുറെ നാൾ കഴിഞ്ഞ സമയത്ത് ഇദ്ദേഹം എന്നോട് പ്രോമിസ് ചെയ്ത് എന്റെ പൈസ തിരിച്ചു തരാന്ന്. അപ്പൊ ഏകദേശം ഒരു 4 മാസം കഴിഞ്ഞപ്പോഴേക്ക് ഇയാൾ എന്നെ വിളിച്ചു, ഓസ്റ്റിൻ നിങ്ങൾ വന്നിട്ട് എത്ര നാളായി? ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ ഇങ്ങനെ 6 മാസമേ ഉള്ളൂ. ഓക്കെ, 2 വർഷമായ പോലെയുണ്ട്, യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്, നിനക്ക് എന്താ വേണ്ട, വണ്ടി വേണോ, വീട് വേണോ എന്നൊക്കെ ചോദിച്ചു. നമ്മൾ വീടൊന്നും വേണ്ട സാറേ, കട്ട് ചെയ്ത കാശ് തിരിച്ചു തന്നാൽ മതി. ഇല്ല, നീ ചോദിച്ചോളാനൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, വീട് എന്തായാലും വേണ്ട, ഞാൻ ഇപ്പൊ താമസിക്കുന്നുണ്ട്, ഞാൻ അതിന്റെ ബാക്കി കറണ്ട് കാശൊക്കെ കൊടുക്കണമെങ്കിൽ തന്നെ ഇതിൽ കൂടുതൽ കാശ് വരും ഒരു ഫ്ലാറ്റ് ഒക്കെ തന്നാൽ. പിന്നെ ആള് തരുമോ എന്നുള്ള കാര്യത്തിനും എനിക്ക് ഉറപ്പൊന്നും ഉണ്ടായില്ല. പിന്നെ ഞാൻ പറഞ്ഞ ഒരു കാര്യം എനിക്കൊരു വണ്ടി തന്നാൽ തന്നു. പക്ഷെ പുള്ളി വണ്ടി തന്നില്ല. അങ്ങനെ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്ത സമയത്ത് ജനുവരിയിൽ എനിക്കൊരു വണ്ടി തന്നു. വണ്ടി തന്നിട്ട് കാര്യമൊന്നുമില്ല, പെട്രോൾ നമ്മൾ അടിക്കണം. അപ്പൊ പിന്നെ ഞാൻ എന്തായാലും കുഴപ്പമില്ല, വണ്ടി മേടിച്ചു. അപ്പൊ ഫാമിലി ആയിട്ട് എവിടെയെങ്കിലും പോവാലോ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ സംഭവിച്ചതെന്ന് വെച്ചാല് 1 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഇയാളോട് നാട്ടിൽ പോവാണ്,
എന്റെ കട്ട് ചെയ്ത 6000 ദിറംസ് തിരിച്ചു തരാൻ പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഓക്കെ ശരി എന്നൊക്കെ പറഞ്ഞു ഒരു വലിയ മീറ്റിംഗ് ഒക്കെ വിളിച്ചു. ആ മീറ്റിംഗിൽ വെച്ചിട്ട് ഓക്കെ ഓസ്റ്റിൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, ഹി ഹാസ് വൺ ഓഫ് ദ ബെസ്റ്റ് എംപ്ലോയി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു ബോസിന്റെ ഒക്കെ ഒരു വാച്ച് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നു എന്റെ സേവനങ്ങളെ മാനിച്ചിട്ട്. എന്നിട്ട് പുള്ളി അവസാനം ഒരു ഡയലോഗ് പറഞ്ഞു, എന്താണ് ഓസ്റ്റിന്റെ പൈസ കട്ട് ചെയ്ത് നിങ്ങൾക്ക് അറിയാലോ, ഓസ്റ്റിൻ എന്തായാലും നമ്മുടെ കൂടെ ഉണ്ട്, ഇനി 3 വർഷമാണ് വിസയുടെ കാലാവധി. ഞാൻ അതുകൊണ്ട് ഹോസ്റ്റലിൽ നിന്ന് കട്ട് ചെയ്ത 6000 ദിറംസിന്റെ 1/3 2000 ദിറംസ് 1/3 2000 ദിറംസ് ഇപ്പോ ഹോസ്റ്റലിന് കൊടുക്കാന്ന് പറഞ്ഞിട്ട് എനിക്ക് 2000 ദിറംസ് തന്നു. ഞാൻ ആകെ സങ്കടപ്പെട്ടു പോയി. കാര്യം വെച്ചാൽ ഞാൻ അതുവരെ കടം മേടിച്ചൊക്കെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നത്. അപ്പൊ ഞാൻ ഇതിൽ നിന്ന് ഒരു പൈസ കിട്ടുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് വീട്ടുകാർക്ക് എന്തെങ്കിലും കൊടുക്കാം. കാര്യം വീട്ടിലേക്ക് ഒന്നും പൈസ അയച്ചിട്ടില്ല. പക്ഷെ ഇയാൾ എന്നെ ചതിച്ചു. അപ്പൊ എനിക്ക് ഭയങ്കര വാശിയായി. കാര്യം എങ്ങനെയെങ്കിലും വേറെ അടുത്ത് വന്നു. അപ്പൊ ഞാൻ ഒരു ഇന്റർവ്യൂ ഒക്കെ പിന്നെ ഞാൻ നാട്ടിൽ പോയി. പിന്നെ എന്ന് വെച്ചാൽ ഇത്രയും പൈസ ഇല്ലാത്തതുകൊണ്ട് വൈഫിന് 2ാമത്തെ ഗർഭിണിയായി. അപ്പൊ പിന്നെ അവൾക്കൊരു ജോലി കിട്ടി, അതും പോയി. ഗർഭിണി ആയതുകൊണ്ടല്ല, ആ സമയത്ത് അവിടെ അത് പൂട്ടി. അപ്പൊ അങ്ങനെ അവിടെയും ജോലിക്ക് പറ്റിയില്ല. അങ്ങനെ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോന്നു. അപ്പൊ വൈഫിന്റെയും കുട്ടിയുടെ ഒക്കെ വിസ ക്യാൻസൽ ചെയ്ത് നാട്ടിലേക്ക് തിരിച്ചു വന്നു. തിരിച്ചു വന്ന് ഞാൻ ജോലി വേറെ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് വേറെ ജോലി കിട്ടി. ഏകദേശം ഓൾമോസ്റ്റ് ഡബിൾ സാലറിക്ക് തന്നെ എനിക്ക് ജോലി കിട്ടി. ഞാൻ അത്രേ ചോദിച്ചുള്ളൂ. 7000 ദിറംസ് ആണ് ഞാൻ അന്ന് ചോദിച്ചത്. 7000 ദിറംസ് ആ കമ്പനി തരാൻ റെഡിയായി. പക്ഷെ ഈ മനുഷ്യൻ എന്നെ വിട്ടില്ല. അയാൾ പറഞ്ഞു അങ്ങനെയാണ് ഇങ്ങനെയാണ്. പിന്നെ എനിക്കറിയാം അവിടെയൊക്കെ റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആളുകളെ തിരിച്ച് നാട്ടിലേക്ക് വിടില്ല, വെറുതെ ഇങ്ങനെ വെച്ച് നീട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ കയ്യിലുള്ള പൈസയൊക്കെ പോയി. വിസ ക്യാൻസൽ ചെയ്താലല്ലേ നമുക്ക് തിരിച്ചു പോരാൻ പറ്റുള്ളൂ. ഫൈനലി വേറൊരു നല്ലൊരു സാർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന പുള്ളി എന്നോട് പറഞ്ഞു, ഓസ്റ്റിൻ നമ്മൾ നാട്ടിൽ തുടങ്ങുന്നുണ്ട്, നീ അങ്ങോട്ട് പോക്കോ, നിനക്കൊരു 40,000 സാലറി അവിടെ നാട്ടിൽ തരാം, പക്ഷെ നിന്റെ വിസ ക്യാൻസൽ ചെയ്യൂല, നീ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരണം എന്നൊക്കെ പറഞ്ഞു. സത്യത്തിൽ അതൊന്നുമല്ല, വിസ ക്യാൻസൽ ചെയ്ത് ഞാൻ വേറെ ജോലിക്ക് പോകുന്നവർക്ക് അറിയാവുന്നതുകൊണ്ട് എന്നെ ട്രാപ്പ് ചെയ്ത് നാട്ടിലേക്ക് വിട്ടു. പക്ഷെ ഞാൻ വീണ്ടും അക്സെപ്റ്റ് ചെയ്തു. കാര്യം ഞാൻ പറഞ്ഞില്ല, അന്നൊക്കെ നമുക്ക് അങ്ങനെ ഒരു സ്വഭാവമാണ്. അങ്ങനെ നാട്ടിലേക്കുള്ള ടിക്കറ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്ത് നാട്ടിലേക്ക് വരുന്നു. എൻ്റെ 2ാമത്തെ കുട്ടി പ്രസവിക്കുന്നു. പക്ഷെ ഞാൻ നാട്ടില് ഒരു കമ്പനി തന്നെ, അവരുടെ ഒരു പുതിയ കമ്പനിയായിരുന്നു. പക്ഷെ ഐ ഡെവലപ്പ് ദാറ്റ് കമ്പനി. ഞാൻ വരുമ്പോൾ വെറുതെ ഒരു ബിൽഡിംഗ് മാത്രമായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ആ കമ്പനീനെ നല്ലൊരു ലെവലിലേക്ക് ആയി. പക്ഷെ 2 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹം ശമ്പളം തരാണ്ടായി. കാര്യം അദ്ദേഹം ഇവിടുന്ന് കുറെ ലോണൊക്കെ എടുത്ത് അവിടെ കൊടുത്തു. അതായത് എന്തോ ബിസിനസ് ഒക്കെ എന്തോ ബുദ്ധിമുട്ട് വന്നു. കാര്യം ആളുകളെ ഈ സ്ഥിരം പറ്റിക്കാന്ന് പറഞ്ഞ പുള്ളിയുടെ പരിപാടിയാണ്. അപ്പൊ അങ്ങനെ പറ്റിച്ച് എനിക്ക് ശമ്പളം കിട്ടാണ്ടായി. അപ്പൊ എനിക്ക് അന്ന് അപ്പോ ഏകദേശം എനിക്ക് 3 കുട്ടിയായി, മാസ ശമ്പളം ഇല്ല. അങ്ങനെ ആകെ ഗതി കെട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ പുള്ളിയോട് പറഞ്ഞു, സാറേ സാലറി എന്നൊക്കെ ചോദിച്ചപ്പോൾ പുള്ളി തരാം, ഓസ്റ്റിൻ ഒരു കാര്യം ചെയ്യുക, എല്ലാ ജോലിയും നന്നായിട്ട് ചെയ്യുന്നുണ്ട്, ഇനി സെയിലിംഗ് കൂടി നടത്തി നിങ്ങൾ ആ കാശ് അങ്ങ് എടുത്തോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ അത് നടപടിയാവില്ല. കാര്യം ഇത്ര നാൾ നിങ്ങൾ എന്നെ പറ്റിച്ചു. 6000 ദിറംസ് കട്ട് ചെയ്ത് തരാന്ന് പറഞ്ഞു, അത് തന്നില്ല. പിന്നെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു സാലറിക്ക് വേണ്ടി ഇനി സെയിൽ നടത്തി ചെയ്യാൻ പറഞ്ഞു. ഞാൻ ജോബ് റിസൈൻ ചെയ്തു. ഇവിടെ നിന്നാണ് എൻ്റെ ഒരു ശരിക്കും ഒരു ഷിഫ്റ്റ് ഉണ്ടാവുന്നത്. കാര്യം ആ സമയത്ത് നമ്മൾ ഒരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിലൊക്കെ വരുന്നൊന്നും എനിക്ക് അന്ന് അങ്ങനെ അറിയാൻ പാടില്ലായിരുന്നു. ഞാൻ ഈ ഗൾഫിൽ പോണ കേസൊക്കെ തന്നെ ഞാൻ മനസ്സിലേക്ക് എപ്പോഴോ സ്വപ്നം കണ്ടതാണ്. നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ പറയുമ്പോൾ ഞാൻ ഈ ദുബായ് സിനിമ കണ്ടപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ദുബായിലൊക്കെ ഒന്ന് പോകണമെന്ന്. അപ്പൊ എനിക്ക് ഈ ദുബായിൽ പോകാനൊക്കെ ഉള്ള കോള് വരുന്നതൊക്കെ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് എനിക്ക് കോള് വരുന്നതും ഞാൻ സെലക്ട് ആവുന്നതൊക്കെ. കാര്യം ഞാൻ അപ്ലൈ ചെയ്തിട്ടല്ല ഞാൻ ദുബായിൽ പോകുന്നത്. നൗക്കറിയിൽ എന്റെ സേവി ഉണ്ടായിരുന്നു, ആരോ വിളിച്ചു. അപ്പൊ എന്നോട് ഒരു ദുബായിൽ പോകണോ എന്ന് ചോദിച്ചപ്പോൾ അന്ന് ദുബായ് ആയതുകൊണ്ട് പോവാം, അല്ലാണ്ട് ജോലി എന്താണ് കമ്പനി എന്താണെന്ന് നോക്കിയിട്ട് പോയതല്ല. അപ്പോഴാണ് നാട്ടിലൊരു ജോലി, മീൻസ് നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ സർക്കാർ ജോലി പോലെ തന്നെ ഉള്ളൊരു ജോലി കളഞ്ഞിട്ടാണ് ഞാൻ ദുബായിൽ പോകുന്നത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഒരു ജോലി ഇല്ലാതെ ഞാൻ ഇറങ്ങാണ്. അപ്പൊ എനിക്ക് 3 കുട്ടികൾ, ശമ്പളവും ഇല്ല. അതിന് വേറെ കമ്പനി ജോയിൻ ചെയ്തു, വെറുതെ ഒരു നെയിം സേക്കിന്. അവിടെയും അവര് ശമ്പളം തരുന്നില്ല. അങ്ങനെ ആകെ ഗതി കെട്ട് നിൽക്കുന്ന സമയത്താണ് ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യുന്ന കമ്പനിയിലേക്ക് എനിക്ക് ഒരു ജോലി കിട്ടുന്നത്. കാര്യം എന്റെ സ്റ്റോറി പറയാൻ കുറച്ച് സമയം വേണ്ടി വരും, എന്നാലും കുഴപ്പമില്ല. ആ ഒരു സ്റ്റോറി ഞാൻ ഒരു പ്രാവശ്യം പ്ലാറ്റ്ഫോമിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഈ സാലറി കിട്ടാൻ നിൽക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു റിസപ്ഷനിസ്റ്റ് എന്നോട് പറഞ്ഞു, സാറ് അടിപൊളിയായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നല്ലോ, ഇവിടെ ശമ്പളവും ഇല്ല, എൻ്റെ ഒരു ഫ്രണ്ട് റാമിൽ വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ജോലി അവിടെ കിട്ടുമായിരിക്കും, CV താ ഞാൻ കൊടുത്തു നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വളരെ പ്രതീക്ഷയോടെ CV കൊടുക്കുന്നു. CV അവളുടെ ഫ്രണ്ടിന് അയച്ചു കൊടുക്കുന്നു. എല്ലാ ദിവസവും ഞാൻ ചെന്ന് ചോദിക്കും എന്തായി എന്നൊക്കെ. അപ്പൊ പുള്ളിക്കാരത്തി പറയും, അവിടെ കൊടുത്തിട്ടുണ്ട്, ഇപ്പൊ കിട്ടും എന്നൊക്കെ പറയും. അപ്പൊ ഞാൻ ആ സമയത്ത് വെറുതെ വെബ്സൈറ്റ് ഒക്കെ അടിച്ചു നോക്കി, www.iramgroup.com എന്നൊക്കെ അടിച്ചു നോക്കിയപ്പോൾ ഡോക്ടർ സിദ്ദിഖാണ് അതിന്റെ ഓണർ. അപ്പൊ പുള്ളി അവിടെ വലിയ കാര്യത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഐ ടേക്ക് കെയർ ഓഫ് മൈ പീപ്പിൾ, ദേ ടേക്ക് കെയർ ഓഫ് മൈ ബിസിനസ്, ദാറ്റ് ഈസ് എ സീക്രട്ട് ഓഫ് മൈ സക്സസ്.
ഞാൻ എൻ്റെ തൊഴിലാളികളെ ടേക്ക് കെയർ ചെയ്തു, അവരെൻ്റെ ബിസിനസ് ടേക്ക് കെയർ ചെയ്തു. അതാണ് എൻ്റെ ലൈഫ് സീക്രട്ട് ഇതിന്റെ വിജയത്തിന്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഏകദേശം കരിയറിന്റെ ഒരു 10-15 വർഷം, ഞാൻ 18 വയസ്സ് മുതൽ എൻ്റെ ഏകദേശം 33 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ഞാൻ വർക്ക് ചെയ്ത എല്ലാവരും എന്നോട് പറഞ്ഞു, ഇവൻ ലാസ്റ്റ് വർക്ക് ചെയ്ത ആൾ പറഞ്ഞു, ഐ ഡോണ്ട് കെയർ പീപ്പിൾ, വി കെയർ ഓൺലി ബൈ ബിസിനസ്. നീ എവിടെ വേണമെങ്കിലും പോയി തൊലഞ്ഞോടാ എന്നുള്ളതാണ്. പക്ഷെ ഒരാൾ ഇങ്ങനെ പറയുന്നു, ഐ ടേക്ക് കെയർ ഓഫ് മൈ പീപ്പിൾ. ഞാൻ അന്ന് മുതൽ സ്വപ്നം കാണാൻ തുടങ്ങി, ഇറാം ഗ്രൂപ്പിൽ വർക്ക് ചെയ്യണം, അത് ഗൾഫിലോ നാട്ടിലോ എവിടെയാണെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ സ്വപ്നം കാണും. പക്ഷെ എൻ്റെ സ്വപ്നം നടന്നില്ല. ആ ഒരു എന്താ പറയാ, ഡിസംബർ ഒക്കെ ആയി, ഞാൻ ഇവിടെ റിസൈൻ ചെയ്തപ്പോഴും ഒന്നും നടന്നില്ല. അങ്ങനെ അവസാനം ഞാൻ എൻ്റെ CV എനിക്ക് കുറേ പരിചയമുള്ള ആൾക്കാർക്കൊക്കെ കൊടുത്തു. അങ്ങനെ കൊടുത്ത് ഒരാളാണ് അതിനകത്ത് നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഹോസ്നെ ഒരാൾ വരുന്നുണ്ട്, എയർപോർട്ടിൽ വരുന്നുണ്ട്, നീ അദ്ദേഹത്തെ ഒന്ന് പോയി കാണാ, നീ അദ്ദേഹത്തിന്റെ ലുക്ക് ഒന്നും നോക്കണ്ട, ജസ്റ്റ് ഗോ ആൻഡ് സീ, എന്നിട്ട് നീ ഇന്റർവ്യൂ നടത്തിയോളാൻ പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞ ആൾക്കും അറിഞ്ഞൂടാ ഇയാൾ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യണമെന്ന്, ഏതോ ഒരു കമ്പനിയാണെന്ന് മാത്രമേ അറിഞ്ഞുള്ളൂ. ഞാൻ ഇന്റർവ്യൂവിന് പോകുമ്പോഴും എനിക്ക് അറിഞ്ഞൂടാ ഇത് ഏത് കമ്പനിയാണെന്ന്. ഞാൻ അവിടെ ചെന്ന് ഒരു പൗലോസ് എന്ന ആൾ വന്നു, അയാളോട് കുറെ നേരം വർത്താനം പറഞ്ഞു, എന്റെ CV കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നാട്ടില് ഒരു ബിസിനസ് തുടങ്ങുന്നുണ്ട്, നമുക്ക് അപ്പൊ ആലോചിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അദ്ദേഹത്തിന്റെ കാർഡ് എടുത്ത് തന്നപ്പോഴാണ് ഞെട്ടിയത്. അത് ഇറാം ഗ്രൂപ്പ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഖത്തറിന്റെ ഹെഡായിരുന്നു. ഞാൻ അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല. ഞാൻ ഒരാളിൽ കൊടുത്ത ആൾക്ക് പറയുന്നത് ഇയാൾ ഇറാം ഗ്രൂപ്പിലാണെന്ന്. ഞാൻ ഇറാം ഗ്രൂപ്പിൽ മുമ്പ് CV കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യവും അയാൾക്ക് അറിഞ്ഞൂടാ. ഞാൻ അങ്ങനെ വളരെ പ്രതീക്ഷയോടെ, എന്നിട്ടും ജോലി കിട്ടാൻ ഒരു 6 months എടുത്തു, കാര്യം അവർ ആ ബ്രാഞ്ച് തുടങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ അങ്ങനെ വളരെ ആഗ്രഹിച്ച ഒരു കാര്യം അങ്ങനെ ഇറാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. ഇന്നിപ്പോ 10 വർഷവും എത്രയാ 5-6 മാസങ്ങളുമായി ഞാനിപ്പോ ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ട്. അപ്പോൾ പിന്നെ അവിടുന്ന് നമ്മുടെ വീണ്ടും ഇതും ഒരു പുതിയ വെഞ്ചർ ആയിരുന്നു. ആ വെഞ്ചർ നമ്മൾ സ്റ്റാർട്ടിങ് ചെല്ലുമ്പോൾ ഓഫീസിലായിരിക്കാൻ സ്ഥലമില്ല. ഞാൻ ഏതെങ്കിലും ഒന്നില്ലെങ്കിൽ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുമ്പോൾ, അപ്പോൾ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നെറ്റിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പലപ്പോഴും ഏതെങ്കിലും 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ, നമുക്കറിയാലോ വലിയ ചെറിയ ഹോട്ടലിലൊക്കെ പോയിരുന്ന ആൾക്കാർ ചോദിക്കുക എന്തിരിക്കണെന്ന്. സ്റ്റാർ ഹോട്ടലൊക്കെ ആകുമ്പോൾ ആരും ചോദിക്കൂല റിസപ്ഷനിൽ എന്തിരിക്കണെന്ന്. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ അവിടുത്തെ ഞാൻ ആദ്യം ഇന്റർവ്യൂ നടത്തിയ ഹോട്ടലിലൊക്കെ വെറുതെ പോയിരിക്കും, ലാപ്ടോപ്പൊക്കെ കൊണ്ടുപോയി അവിടെയൊക്കെ കുത്തിരുന്ന വർക്ക് ചെയ്തിരുന്നത്. കാര്യം നമ്മളുടെ സ്പേസിൽ ഫുൾ പൊടിയാണ്, അത് കൺസ്ട്രക്ഷൻ നടന്നിട്ട് വേണം. പിന്നെ അതിന്റെ സ്റ്റാർട്ടിങ് വെബ്സൈറ്റ് മുതലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. അങ്ങനെ ഒരു പ്രസ്ഥാനം ഇന്ന് ഡെവലപ്ഡ് ആയിട്ട് വന്നു. അപ്പൊ ഇതിൽ എൻ്റെ ലൈഫിൽ ഒരു സമയം പറയുന്നു എന്നല്ലേ, ലൈഫിൽ ഒരു ബേസിക് ചേഞ്ച് വരുന്നത് ഏകദേശം ഇവിടെ ജോയിൻ ചെയ്തൊരു 3 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ടീം അവിടെ ക്ലാസ് എടുക്കാൻ വന്നു. അപ്പൊ അവര് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു NLPയുടെ ഒരു ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ NLPയുടെ ക്ലാസ്സിന് പോയി. അന്നാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ലൈഫിൽ ഞാൻ സക്സസ് ആയിട്ടില്ലെങ്കിൽ അതെന്റെ ഏറ്റവും വലിയ ഉത്തരവാദി ഞാൻ മാത്രമാണ് എന്നുള്ള കാര്യം. കാരണം എൻ്റെ ചിന്തകളും അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്. അപ്പൊ എന്നെക്കൊണ്ട് സാധിക്കില്ല എന്നാണ് ഞാൻ ഭൂരിഭാഗം സമയവും ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതെന്നിൽ ഭയങ്കര ഒരു ത്രോട്ട് പ്രൊവോക്കിംഗ് ആയിരുന്നു. ഞാൻ അങ്ങനെയാണ് അതിനെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കാനായിട്ട് തുടങ്ങി. അതിനെ അനുസരിച്ചുള്ള കാര്യങ്ങൾ ഞാൻ പതുക്കെ ബുക്കുകളിലൊക്കെ വായിച്ചു കിട്ടുന്ന അറിവുകളൊക്കെ ഞാൻ പതുക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങി. നമ്മളിപ്പോ ഗോൾ എഴുതുന്ന പറഞ്ഞാൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഗോൾ എഴുതും, അല്ലെങ്കിൽ നമ്മൾ അഫർമേഷൻസ് ചെയ്യാൻ പറഞ്ഞാൽ അഫർമേഷൻസ് ചെയ്യും. പിന്നെ എൻ്റെ ലൈഫ് ഇങ്ങനെ പതിയെ ചേഞ്ച് ആവാൻ തുടങ്ങി. സാമ്പത്തികമായിട്ട് പേഴ്സൊക്കെ തുറക്കുമ്പോൾ ഉള്ളി പൊളിയണൊക്കെ പോലെയായിരുന്നു, അറിയാലോ, കണ്ണീര് മാത്രമായിരുന്നു. പക്ഷെ പിന്നീട് നമ്മൾ പേഴ്സൊക്കെ തുറക്കുമ്പോൾ നമുക്ക് ഇഷ്ടത്തോടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ, ഞാൻ വലിയ വലിയ കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ചു തുടങ്ങി. അതൊക്കെ കുറേയൊക്കെ എന്താ പറയാ കിട്ടി തുടങ്ങി. ഇപ്പൊ ഞാൻ പറഞ്ഞു ഗോവയിലാണ്. ഞാനൊരു ഏകദേശം ഒരു 4 വർഷം മുമ്പ് 4 വർഷം മുമ്പ് ഞാൻ എൻ്റെ ഒരു സ്വപ്നമായിട്ട് എഴുതിയൊരു കാര്യമാണ്, എനിക്കിഷ്ടമുള്ള സ്ഥലത്തേക്കൊക്കെ യാത്ര ചെയ്യും. ആ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പണം മറ്റാരെങ്കിലും മുടക്കും, എൻ്റെ എക്സ്പെൻസ് മുടക്കും, ഞാൻ ആ പോകുന്നതിന് എനിക്ക് പൈസയും കിട്ടും. ഒരു വല്ലാത്തൊരു സ്വപ്നമല്ലേ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നമ്മൾ കുറെ സ്ഥലങ്ങൾ കാണാൻ ആഗ്രഹമുണ്ട്, ആ വിദേശ രാജ്യങ്ങളും എവിടെയൊക്കെ നിങ്ങൾ പോകുന്നു, നിങ്ങൾ പോകുന്നതിന് എക്സ്പെൻസ് കമ്പനി എടുക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ പോകുന്നതിന് കമ്പനി നിങ്ങൾക്ക് പൈസ തരുന്നു, നിങ്ങൾ അവിടുത്തെ ബ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആസ്വദിക്കും. ഇത് സത്യം പറഞ്ഞ ഒരു 3-3.5 വർഷങ്ങൾക്ക് മുമ്പ്, 3 വർഷമല്ല മുമ്പേ എൻ്റെ ഒരു ആഗ്രഹമാണ് ഒരുപാട് ട്രാവൽ ചെയ്യണം എന്നുള്ളത്. ഞാൻ ഈ 10 വർഷം ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ പോവാത്ത സ്ഥലങ്ങൾ മീൻസ് ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും പോകാനുണ്ട്, പക്ഷെ എന്നാലും ഞാൻ ആഗ്രഹിച്ച കുറേ സ്ഥലങ്ങളിലൊക്കെ പോയി. ഇതെല്ലാം ജോലിയുടെ ഭാഗമായിട്ടാണ്. ഇന്നിപ്പോ ഇവിടെ ഞാൻ 4 ദിവസമായി ഗോവയിലാണ്. ഇന്നലെ ഞങ്ങള് ജീവിതത്തില് മുമ്പൊക്കെ ഗോവയിൽ വന്ന സമയത്ത് കാസിനോ കാണുമ്പോൾ ഇതിനകത്തൊക്കെ കയറണം എന്നൊക്കെ ആൾക്കാർ പറയുമ്പോൾ എനിക്ക് വലിയ ഉണ്ടായില്ല, എന്നാലും ഒരു ആഗ്രഹം ഇതിന്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാനായിട്ട്. ഇന്നലെ ഞങ്ങൾ കാസിനോയിൽ പോയി. അൺലിമിറ്റഡ് ഫുഡ്, അൺലിമിറ്റഡ് ഡ്രിങ്ക്സ്, ചൂതുകളിയൊക്കെ ഉണ്ട്. പക്ഷെ ചൂതുകളിക്കുന്നിടത്ത് നമ്മൾ പോയില്ല.
ഡ്രിങ്ക്സ് ഞാൻ കഴിക്കാറില്ല. പക്ഷെ ഫുഡ് കഴിക്കാനും പറ്റിയില്ല. കാര്യം അത്രമാത്രം ഫുഡ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ ആരെ കഴിക്കാൻ പറ്റുക? പക്ഷെ എന്നാലും ഡാൻസ്, പാട്ട്, സോ ഇതെല്ലാം എന്താ പറയാ, ഇറ്റ്സ് ബീങ് സ്പോൺസേർഡ്. അങ്ങനെ മുന്നോട്ട് പോകുന്നു. പിന്നെ ട്രെയിനിങ്, ഞാനിപ്പം 2020 കൊറോണ വരുന്ന സമയത്ത്, അന്ന് ഒരു പരിപാടിയില്ല. ഞാൻ പറയല്ലോ, സാമ്പത്തികമായിട്ട് നമുക്ക് അത്രയും ബുദ്ധിമുട്ടാണ്, കയ്യിൽ പൈസ ഇല്ല. അപ്പൊ വെറുതെ ഇരുന്നപ്പോൾ ആകെ കിട്ടിയത് അന്ന് കുറേ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ മോട്ടിവേഷൻ ട്രെയിനിങ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ മോട്ടിവേഷൻ ട്രെയിനിങ് ഒക്കെ കേൾക്കുമ്പോൾ ഞാൻ അന്നൊരു തീരുമാനം എടുത്തു. ഞാൻ എൻ്റെ ഒരു ബുക്കിൽ എഴുതി വെച്ചു, ഞാൻ ലോകം അറിയപ്പെടുന്ന ഒരു ട്രെയിനർ ആവും. എന്നെ കേൾക്കുന്ന ആൾക്കാരിൽ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും. എന്നെ കേൾക്കുന്നവരിൽ ഹീലിംഗ് സംഭവിക്കും. ഞാൻ ഇതിലൂടെ പണം നേടും എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ എഴുതി വെച്ച് എല്ലാ ദിവസവും ഇത് ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമായിരുന്നു. ഞാൻ തന്നെ ഓഡിയോ റെക്കോർഡ് ചെയ്ത് ഞാൻ തന്നെ ഹെഡ്സെറ്റ് വെച്ചിട്ട് ഞാൻ കേൾക്കുമായിരുന്നു. ഏറ്റവും രസം എന്ന് വെച്ചാൽ ഇന്നിപ്പം 2025 ആയി, ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് എടുക്കുന്നു. ഈ ഒരു ഞാൻ പറയാം, അതുവരെ ഒരു ട്രെയിനിങ് പോലും എടുക്കാതിരുന്ന ഞാൻ 2000 ഈ പറഞ്ഞ കാര്യങ്ങൾ എഴുതിയതിനു ശേഷം 3 മന്ത്സിനുള്ളിൽ ഒരു ട്രെയിനിങ് TOT പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു. അതിലൂടെ എനിക്ക് ട്രെയിനിങ് കിട്ടുന്നു. ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമിലൂടെ ഞാൻ കുറെ പേർക്ക് ട്രെയിനിങ് കിട്ടുന്നു. ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ ചോദിച്ചു പിടിച്ച് ട്രെയിനിങ് എടുക്കണം. ഞാൻ എൻ്റെ ജോലിയുടെ തിരക്കുമായിട്ട്. ഇനിയാണെങ്കിൽ എൻ്റെ ഒരു ഡ്രീം എന്ന് വെച്ചാൽ ഒരു ഫുൾ ടൈം ട്രെയിനറായിട്ട് മാറുക, ആ ട്രെയിനിങ്ങിലൂടെ ലോകത്ത് മുഴുവൻ ട്രാവൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു ലൈഫിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ നടന്നു. ഫാമിലി ആയിട്ട് ഞാൻ ഭയങ്കര സത്യമായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് പോകുന്നു. ഒരു എന്താ പറയുക, നമ്മൾ ആ ഒരു പ്രോസസ്സിലേക്ക്, ഇപ്പോൾ ഒരു ലോ ഓഫ് അട്രാക്ഷനോ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിച്ചു തുടങ്ങിയതിന് ശേഷം എൻ്റെ ലൈഫ് ഇറ്റ്സ് സംതിങ് ബിഗ് ഡിഫറൻസ് ഈസ് ദയർ. കാര്യം ഒന്നും അല്ലാതിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ ഇന്ന് ഒരുപാട് വലിയ ആയിട്ടുള്ളതായിട്ടെങ്കിലും സന്തോഷമായിട്ട്, മീൻസ് നമ്മളിപ്പോൾ കോടിക്കണക്കിന് രൂപയൊന്നും ഞാൻ സമ്പാദിച്ചിട്ടില്ല, പക്ഷെ കുടുംബമായിട്ട് സന്തോഷമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളത് ഒരു ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ ആണ് ഞാനായിട്ട് കരുതാണ്. കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്റ്റേജിലൊക്കെ കയറിയിട്ട് എത്ര തവണ സ്റ്റേജിലൊക്കെ കയറി നാണം കിട്ടിറങ്ങി പോകുന്നു, ഡയലോഗൊക്കെ തെറ്റിച്ചിട്ട്. ഞാൻ ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എപ്പോഴും നമ്മളെ പ്രൊജക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ വരണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മുടെ ലൈഫിൽ ഇങ്ങനെ കുറേ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. എൻ്റെ ഫാദർ പോലീസായിരുന്നു, ഞാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹമൊക്കെ നമ്മളൊരു ചെറിയ കുറ്റത്തിന് പോലും വലിയ ശിക്ഷയാണ് നൽകിയിരുന്നത്. നിങ്ങൾക്ക് അങ്ങൊക്കെ ഉണ്ടായിണ്ടാവും ചിലപ്പോൾ. എന്നാലും പഠിക്കാത്തതിനൊക്കെ എന്നെ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ഈ മണലൊക്കെ ഇട്ടിട്ട് മുട്ടുകുത്തിരിച്ചിരുന്നു. എന്നിട്ട് ഈ മുട്ടുകുത്തി നിന്നിട്ട് വേണം, മണലില് മീൻസ് തറയിൽ മണലിടും, അതിൽ മുട്ടുകുത്തി നിന്നിട്ട് വേണം പഠിക്കാനായിട്ട്. നമ്മൾ പഠിക്കുന്നത് തോന്നണ്ട, പഠിക്കൂല. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ മുട്ട് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ മുട്ടും ഒരു തട്ടൊക്കെ തട്ടും. പിന്നെ രാവിലെ മുതൽ കുഞ്ഞു കുഞ്ഞു കുറുമ്പുകളൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ആന്റിയായിട്ട് തല്ലിട്ടുണ്ടാവും, അല്ലെങ്കിൽ അനീത്തി അടിയുടെ കൂടി ഉണ്ടാവും. ഇതൊക്കെ അമ്മ ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം അപ്പം വരുമ്പോൾ വരും. അപ്പൊ നമ്മള് തല്ലിടണ ഞങ്ങൾ കമ്പനി ആയിട്ടുണ്ടാവും, പക്ഷെ നമ്മളൊക്കെ മറന്നിട്ടുണ്ടാവും. പക്ഷെ വൈകുന്നേരം ഈ ലിസ്റ്റ് മുഴുവനും കേട്ട് കഴിയുമ്പോൾ അപ്പം അവിടെ പോയിട്ട് ഒരു വലിയ വടിയൊക്കെ കൊണ്ടുവന്നിട്ട് ചുമ്മാ അടിക്കും. രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്തതിൻ്റെയൊക്കെ. അപ്പൊ അതിൻ്റെയൊക്കെ കുറെ വിഷമങ്ങളും ട്രോമയുണ്ട്. പക്ഷെ എന്റെ ഫാദർ ഈസ് വെരി ഗുഡ് മാൻ. പുള്ളി കള്ളു കുടിക്കൂല, വലിക്കൂല, കുടുംബത്തിന് വേണ്ടി ഇപ്പോഴും 75 ആയി, ഇപ്പോഴും അദ്ദേഹം മില്ലിലൊക്കെ ജോലി എടുക്കുന്നു. പക്ഷെ അവരുടെ ഒരു പാരന്റിങ് സ്റ്റൈൽ അതായിരുന്നു. അപ്പൊ നമുക്ക് അതിൻ്റെയൊക്കെ കുറെ ഒരു ട്രോമാസ് നമുക്കുണ്ടായിരുന്നു. പക്ഷെ നമ്മള് എന്താ പറയാ, നമുക്കത് ഓവർകം ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടി എന്നുള്ളതാണ്. കാര്യം അവർക്ക് പറഞ്ഞു തരാൻ പറ്റില്ലെങ്കിൽ പോലും ഞാൻ ഇതുപോലെ ട്രെയിനിങ്ങുകളിലേക്കൊക്കെ വരുമ്പോഴും നമ്മൾ വായിക്കുമ്പോഴും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമ്പോഴൊക്കെ നമുക്ക് അതിലേക്കൊക്കെ മാറാൻ പറ്റി. അപ്പം എൻ്റെ ലൈഫ് സ്റ്റോറിയിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജീവിതത്തിൽ എന്ത് ആഗ്രഹിച്ചു കഴിഞ്ഞാലും തീർച്ചയായിട്ടും അത് നടക്കും. അപ്പൊ ആ നടക്കണേന് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഒരു കോൺഫിഡൻസും ഒരു വിശ്വാസവും ഒക്കെ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കും. ഇപ്പൊ ഞാനിപ്പം ഈ കമ്പനി തന്നെ ജോയിൻ ചെയ്തിട്ട് ഞാൻ വിദേശ രാജ്യങ്ങളിൽ ഒത്തിരി പോയിട്ടുണ്ട്. അവരുടെ പ്രോഗ്രാമിന്. പിന്നെ അതുപോലെ സാലറി ഒക്കെ നമ്മൾ ആദ്യം ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും ആൾക്കാർ എന്നെ പറ്റിക്കും. ഇതായിരുന്നു എൻ്റെ ഒരു ബിലീഫ്. ഞാൻ ആ ബിലീഫ് മാറ്റിയതിന് ശേഷം നൗ വെൻ എവർ ഐ ഡിമാൻഡ് സംതിങ് ദേ ആർ ഗിവിങ് ഇറ്റ്. ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന വണ്ടി കമ്പനിയുടെ ഓൺ ആണ്, അതിന്റെ പെട്രോൾ കമ്പനി തരുന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ പ്രൈവറ്റ് ട്രിപ്സ് പോലും ഞാൻ അതിനെ ചെയ്യുന്നത്. ഞാൻ മിക്കവാറും എല്ലാ സ്ഥലത്തും പോകണതിന്റെ എക്സ്പെൻസ് ഒക്കെ കമ്പനി ക്യാൻ അഫോർഡ് ഇറ്റ്, അല്ലെങ്കിൽ അവർ തരും. അപ്പൊ അങ്ങനെ കുറേ ചേഞ്ചസ് ഞാൻ പുറത്തല്ല മാറ്റിയത്, ഞാൻ ഇന്നിലാണ് മാറ്റിയത്. അപ്പൊ എൻ്റെ ഒരു ലൈഫ് സ്റ്റോറി കൊണ്ട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം ഇതേ ഉള്ളൂ. ജീവിതത്തിൽ നമ്മുടെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ എന്തുണ്ടെങ്കിലും നമുക്ക് നന്നായിട്ട് ആഗ്രഹിക്കാൻ പറ്റുക, അത് നടക്കുന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും. സോ ഞാൻ കുറച്ച് സമയം കൊണ്ട് കുറെ കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചതുകൊണ്ട് ബോറടിച്ചോന്ന് അറിഞ്ഞൂടാ. എന്നാലും താങ്ക് യു സോ മച്ച്. താങ്ക്സ് എ ലോട്ട്. ഓവർ ടു യു മുഫീദ.
Thank you. Thank you, sir. Okay, thank you, Austin sir. Thank നല്ല you. Very nice. അതെ, കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള സ്റ്റോറി ആണെങ്കിൽ കേട്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു അല്ലെ? ഞാൻ സത്യം പറഞ്ഞാൽ നമ്മള് ഒരു ഫിലിം കാണുന്ന പോലെ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തിട്ടാ പോന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇവർക്ക് ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ഇവര് വെയിറ്റ് ചെയ്യാണ് സാറിന്റെ സ്റ്റോറി കേട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട്. സോ ആരാ ഫസ്റ്റ് പറയുന്നേ? Hi, magic morning. മാജിക് മോർണിംഗ് ബഷീർ സാർ. ഒരു സിനിമ കണ്ട മാതിരി ഞാൻ ഇങ്ങനെ തിരക്കഥ അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. സാറിന്റെ ഫസ്റ്റ് 10 years ഞാൻ അനുഭവിച്ചതാണ്. സ്കൂള് കഴിഞ്ഞാൽ നേരെ ഷോപ്പിലേക്ക്, കളിയില്ല, ഒന്നുമില്ല. ഒരു 10ാം ക്ലാസ് വരെ. അപ്പൊ ഞാൻ ഇങ്ങനെ എന്റെ ലൈഫായിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം സാദൃശ്യം. നല്ലൊരു സ്ട്രഗിള്. ഗൾഫിലെ സ്റ്റൈലൊക്കെ സാറ് പറഞ്ഞപ്പോ ഞാൻ കുറച്ച് കാലം ഗൾഫിൽ പല യാത്രകൾ ചെയ്തില്ല. അപ്പൊ അവിടുത്തെ സ്ഥിതി അറിയാം. ഇങ്ങനെ സാറ് പറഞ്ഞ വില്ലന്റെ ക്വാളിറ്റി ഒക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ താമസിക്കുന്ന എന്റെ വില്ലേജ് നല്ലൊരു അനുഭവങ്ങളാണ് സാർ. പിന്നെ നമ്മളെ ഈ എക്സ്പീരിയൻസ് ആണ് നമ്മളാക്കുന്നതും. ഇനിയിപ്പോ എന്ത് പറഞ്ഞാലും ഒരു പ്രശ്നമില്ല എന്നുള്ള അത് വരണമെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു ബാഡ് എക്സ്പീരിയൻസിൽ കൂടി കടന്നു വന്നുകൊണ്ടാണ് നമുക്ക് എന്തിനും അഭിമുഖീകരിക്കുമ്പോ പണ്ട് അനുഭവിച്ചതിന്റെ പകുതി ഇല്ല, അല്ലെ കാൽഭാഗം ഇല്ല, അങ്ങനെ ഒരു കോൺഫിഡൻസ് വരും. അത് വലിയൊരു ഇതാണ്. അതായത് നല്ലൊരു സംഭവമായിരുന്നു. മൈ സ്റ്റോറിയിൽ കേട്ടതിൽ വെച്ച് ഏറ്റവും നന്നായി. നമുക്ക് പല പാഠങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റും. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ബഷീർ സർ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി ആരാണ്? നിങ്ങൾക്ക് ഒന്നെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് മുന്നോട്ട് വരാം. പറയൂ. ഹലോ, മാജിക് മോർണിംഗ്. രണ്ടുപേരും ഒരുമിച്ച് പറഞ്ഞു. ആരായിരുന്നു? ഒന്ന് സിന്ധു മാം ആണ്, പിന്നെ ആരാ? ദിവ്യ. താങ്ക് യു സർ. നല്ലൊരു സ്റ്റോറി ആയിരുന്നു. എന്താ പറയാ, സാറിന്റെ സ്റ്റോറി കേട്ടപ്പോ ഞാൻ എന്താ പറയാ ആറ്റോമിക് ഹാബിറ്റ്സിൽ പറഞ്ഞ പോലെ ഇന്റൻഷനും ഇംപ്ലിമെന്റേഷനും കൂടി ഒരുമിച്ച് വന്ന പോലെ തോന്നി. എന്താ പറയാ, നമ്മുടെ ഇന്റൻഷൻ നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോ എന്താ പറയാ, ആദ്യം ഒരുപാട് സ്ട്രഗിൾ ചെയ്തതിന് ശേഷമാണെങ്കിൽ കൂടിയും പിന്നീട് നല്ലൊരു ഇതിൽ എത്തിച്ചേർന്നു. അത് നമ്മളുടെ എന്താ പറയാ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് നമുക്ക് അറിയുന്നുണ്ടാവില്ല ആദ്യം. പക്ഷെ അത് നമ്മൾ എഴുതി വെച്ച് നമ്മൾ ആ ഒരു സ്ഥലത്ത് എത്തുമ്പോഴുണ്ടാവുന്ന നമ്മളുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് വളരെയധികം എന്താ പറയാ, ഞാനും പല കാര്യങ്ങളും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ആദ്യം ഞാനും വളരെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ നമുക്ക് കുറച്ച് മാറ്റങ്ങൾ എന്നിൽ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോ നല്ല ക്ലാസ് ആണ് സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു ദിവ്യ മാം. സിന്ധു മാം. ഹായ് ഓസ്റ്റിൻ സാർ. കഥ കേട്ട് ബോറടിച്ചോന്ന് ചോദിച്ചു. പക്ഷെ ബോറടിച്ചിട്ടില്ല. ഒരു എന്താ പറയാ, ഇങ്ങനെ കേട്ടിരുന്നു പോയി. ഞാൻ ചിന്തിച്ച എന്താണെന്നറിയോ, ജീവിതത്തിലെ പ്രതിസന്ധികളിലൂടെ കടന്നു പോവാത്തവരാരും ഇല്ല. കാരണം ഇതിൽ വന്ന ഒട്ടുമിക്ക ആൾക്കാരുടെയും കുട്ടിക്കാലം എന്ന് പറയുന്നത് ഭയങ്കര സങ്കടകരവും എന്നാ എന്താ പറയാ ഉള്ളിലധികം ഭയമില്ലാതെ, നമുക്ക് സാമ്പത്തികം ഇല്ല എന്നൊരു ഇതിൽ മാത്രല്ലേ ഉള്ളൂ. പക്ഷെ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ പേടിയോട് കൂടിയിട്ടാണ് ജീവിച്ചിരുന്നത്. അച്ഛനെ ഭയങ്കര പേടിയായിരുന്നു. അച്ഛൻ നല്ല അടി അടിക്കും. ഞങ്ങള് 3 പെമ്മക്കളാ. 3 തല്ലുകൂടിയാലും കിട്ടണ മുഴുവൻ എനിക്കാ. കാരണം ഞാനല്ലേ മൂത്തത്. അപ്പൊ എന്ത് കുറ്റങ്ങൾ ആര് ചെയ്താലും അടി മുഴുവൻ എനിക്കാ കിട്ടുക. അപ്പൊ സാറിങ്ങനെ പറഞ്ഞപ്പോ ഞാൻ അതൊക്കെ ഓർത്തുപോയി നിമിഷം. എന്തായാലും പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആണുങ്ങൾക്ക് എത്രയായാലും ആണുങ്ങൾ കരയാറില്ലല്ലോ. അവരെ ഉള്ളിൽ അടക്കി പിടിക്കുന്ന ആ ഒരു സങ്കടം ആരെ കാണുന്നത്? കാണുമ്പോ പുറത്ത് ഹാപ്പി, പക്ഷെ അവര് ഉള്ളു കരയണതും അവർക്ക് പുറത്തേക്ക് കണ്ടിട്ട് കണ്ണുനീര് അവര് കരയില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതൊരു വല്ലാത്തൊരു സങ്കടകരമായ ഒരു കാര്യമാണ് അത്. കാരണം സ്ത്രീകള് എന്ത് വന്നാലും പൊട്ടി കരഞ്ഞവരെ സങ്കടം കൊണ്ട് ഒഴിവാക്കും.
പക്ഷെ ആണുങ്ങൾ അതല്ലല്ലോ, അവരത് ഉള്ളില് അടക്കി പിടിച്ച് മറ്റുള്ളവരെ മുന്നിൽ പ്രത്യേകിച്ച് കുടുംബത്തിന്റെ മുന്നിൽ ചിരിച്ച്, കുടുംബത്തിന് മുന്നിൽ നമ്മൾ താഴ്ന്ന കഴിഞ്ഞില്ലേ കാര്യം. ഒക്കെ അന്ന് സാറിങ്ങനെ പറഞ്ഞ കേട്ടപ്പോ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഓക്കെ സാറേ, എന്താ പറയണത് കിട്ടുന്നില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സിന്ധു, ഷെയർ താങ്ക് യു സോ ചെയ്യാൻ മച്ച്. തോന്നിയല്ലോ. താങ്ക് യു. Okay, അബ്ദുൾ thank സാർ, you. അബ്ദുൾ സാർ. സാറേ, Abdul. സാറിന്റെ കഥ കേട്ടു. ശരിക്കും പറഞ്ഞാല് വിഷ്വലൈസ് ചെയ്തായിരിക്കും കേട്ടത് ഞാൻ കേട്ടോ. നല്ല അനുഭവമായിരുന്നു. പിന്നെ എനിക്കാണെങ്കിൽ നേരെ തിരിച്ചായിരുന്നു. ഞാനൊക്കെ എന്ന് വെച്ചാൽ ഒരു സേഫ് സോണിൽ ഇരുന്നിട്ട് ജീവിതത്തെ കണ്ട ആളാണ്. എന്താണ് വെച്ചാൽ ഒരു റാറ്റ് ഓൺ ദി ബ്രൂക്ക് എന്ന് പറയില്ലേ, ഒഴുകുന്ന പുഴയിലെ ഒരു പൊങ്ങുതടി പോലെ അങ്ങനെ പോയിരുന്നാണ് ഞാൻ. പക്ഷെ പിന്നീട് വിവാഹം കഴിച്ചു, വാപ്പാക്ക് അസുഖമൊക്കെ ആയി, നമ്മുടെ ആ സേഫ് സോണ് നഷ്ടപ്പെട്ടു തുടങ്ങി. അപ്പൊ സാറിൻ്റെ നിന്ന് വ്യത്യസ്തമായിട്ടാണ് എനിക്ക് സാറ് പിന്നെ ശരിക്കും പറഞ്ഞാൽ സാറ് ഉയരുകയായിരുന്നു, ഞാൻ നേരെ തിരിച്ചു. പിന്നെ അങ്ങനായിരുന്നു, എല്ലാരും വിശ്വസിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. എവിടെ പോയാലും പിന്നെ പരാജയങ്ങളുടെ അതാ സേഫ് സോണിന്റെ ഏറ്റവും വലിയൊരു ദൂഷ്യവശം അനുഭവിച്ചു. എല്ലാരും വിശ്വസിക്കുക, ദാനം ചെയ്യുക, ഒരു പണത്തെ വെറുക്കുന്ന ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പണമാണ് എല്ലാ തിന്മയുടെയും കാരണം എന്നൊക്കെ വിശ്വസിച്ച് ദാനം ചെയ്യലും ഒക്കെ അവസാനം ഒന്നും ഇല്ലാണ്ടായി. ഇപ്പൊ വീണ്ടും ഞാന് ഇപ്പൊ ഈ നമ്മൾ ഇത്തരം പ്രോഗ്രാമിലൂടെ എനിക്ക് മനസ്സിലായത്, നമ്മുടെ ആഗ്രഹങ്ങൾ ഇല്ലാത്തതിന്റെ ഏറ്റവും വലിയ പണത്തെ സ്നേഹിക്കുക, അതുമാതിരി ജീവിതത്തിൽ ഒരു കോൺഫിഡൻസ് വരുത്തുക എന്നുള്ളത് ഇപ്പൊ മനസ്സിലായി. ഇപ്പൊ സാറിന്റെ കഥയിലൂടെ അതൊക്കെയാണ് നമുക്ക് പഠിപ്പിക്കുന്നത്. എന്തായാലും താങ്ക് യു സാർ, താങ്ക് യു. ഒത്തിരി പറയാനുണ്ട്, എന്നാലും ടൈം ലിമിറ്റേഷൻ. ഓക്കെ, താങ്ക് യു സാർ. Okay, thank you, Abdullah sir. Thank you so much. Mani sir. Good morning, sir. Question, sir. Good morning, sir. നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു, നല്ലൊരു സ്റ്റോറി ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ വളരെ നിഷ്കളങ്കമായി, വളരെ സ്നേഹത്തോട് കൂടിയിട്ട് നമ്മ സ്വന്തം ഫാമിലിയും അതുപോലെ തന്നെ ജോലി ചെയ്യുകയും ചെയ്യുന്ന ആ സ്ഥലത്ത് നമ്മളെ ഡ്യൂട്ടി പെർഫെക്റ്റ് ആയിട്ട് നടത്തുന്നുണ്ട്. പിന്നെ സാറിന്റെ ഫാമിലി ലൈഫായാലും ശരി, വളരെ പ്ലാൻഡാണ്. പ്ലാൻഡാന്ന് പറഞ്ഞാല് ആ സാറിന് കുട്ടികളുടെ ജനനം ഒക്കെ നോക്കുമ്പോൾ അവരെ പരിപാലിക്കുന്നതൊക്കെ വളരെ വേണ്ട വിധത്തിൽ തന്നെ നിർവഹിച്ചു പോകുന്നുണ്ട്. നല്ലൊരു ഇൻസ്പയറിംഗ് സ്റ്റോറിയാന്ന് തന്നെ പറയാം. കാരണം സാറിന്റെ ആ ഇപ്പൊ നിൽക്കുന്ന ഇതും പണ്ട് ശരിക്ക് സാർ ആ മേടയിൽ കാല് കുറച്ച് നിൽക്കുന്ന അതൊക്കെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് സാർ പറഞ്ഞത്. അതും ഒരു ഫ്ലോ ഇല്ലാണ്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് തോന്നിയത്, ഇപ്പൊ അടുത്ത് ഞാൻ ഒരു ബുക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു, ദി ഹാഫ് ഗേൾ ഫ്രണ്ട് എന്നാണ്. ഹാഫ് ഗേൾ ഫ്രണ്ട്, ചേതൻ ഭഗത്തിന്റെ ഒരു ബുക്ക്. അപ്പൊ അതിനോട് സാമ്യമുള്ള ഒരു സ്റ്റോറിയാണ് സാറ് പറഞ്ഞത്, സ്വന്തം ലൈഫ് സ്റ്റോറി. ഏതായാലും വളരെ മനോഹരമായിട്ടുണ്ട് സാർ. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. Thank you so much. Thank you so much. താങ്ക് യു സാർ. Thank you. വളരെ നന്നായിരുന്നു. പിന്നെ ഞാനും ഈ പറഞ്ഞ സാറുമായിട്ട് വളരെ ബന്ധമുണ്ടോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും 75% സാറിനോട് അടുപ്പിച്ച് തന്നെ വന്ന ഒരാളാണ് ഞാൻ. ഇപ്പം കുഴപ്പമില്ല, എല്ലാം ഫൈനായിട്ട് പോകുന്നു. താങ്ക് യു വെരി മച്ച്. Thank you, sir. Salu. Okay. Thank you, കൃഷ്ണമൂർത്തി sir. ഓസ്റ്റിൻ sir എന്തെങ്കിലും പറഞ്ഞോ? സാലു പറയാൻ നോക്കുന്നുണ്ട് അതുകൊണ്ട്. Okay, സലീം. മാജിക് മോർണിംഗ് സാർ. സാർക്ക് പേഴ്സണലി പരിചയമല്ല, ഞാൻ റീസെന്റ് ആണ് 5M Club വന്നത്. ഞാൻ പറഞ്ഞ പോലെ അബ്ദുൽ സാർ പറഞ്ഞ ഒരു സേഫ് സോണിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന റിയലൈസ് ചെയ്തുകൊണ്ടാണ് ഈ 2024 ലാസ്റ്റില് ഒരു ചേഞ്ച് ആണ് 25 എന്ന പോലത്തിലാണ് പുതിയ ശീലങ്ങൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഞാൻ എന്റെ വീട് മലപ്പുറത്താണ്, തൃപ്പഞ്ചിയാണ് വീട്ടിലുള്ളത്. 27 വയസ്സാണ് ഇപ്പോൾ ഉള്ളത്. ആസ് ഓഫ് നൗ IT ഫീൽഡിന്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. സോ സാറിന് സ്റ്റോറി കേട്ടപ്പം ഒരു സേഫ് സോണ് ഡേഞ്ചർ ആണെന്നുള്ളൊരു വീണ്ടും ഒരു വിചാരം എനിക്ക് കിട്ടി. സോ ഇനി കുറച്ച് മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ടതുണ്ട് ബോഡിയിലും നമ്മുടെ മൈൻഡിലും കാര്യങ്ങളിലൊക്കെ. സാർ നമ്മൾ വിചാരിക്കുക നമുക്ക് കിട്ടും എന്നുള്ളതാണോ,
എന്റെ ജീവിതത്തിൽ പലതും ചിലതൊക്കെ നേടിയിട്ടുണ്ട് അങ്ങനെ, പക്ഷെ അതിന്റെ ഒരു പൂർണ്ണമായ ഒരു വിശ്വാസം കിട്ടിയിട്ടില്ല ഇതുവരെയും. ഞാൻ അതിങ്ങനെ ചെയ്തുകൊണ്ട് അതിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോ ഓഫ് അട്രാക്ഷൻസിന്റെ ഡീറ്റെയിൽസിലൊന്നും പലതും കേട്ടിട്ടുണ്ട്, പല റീലുകൾ, പല വീഡിയോസ് കേൾക്കാറുണ്ട്. പക്ഷെ അത് എങ്ങനെ അഫക്ട് ചെയ്യുന്നു, എത്രമാത്രം ഡീപ്പിൽ നമ്മളതിനെ കൺസ്യൂവ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് കിട്ടുക എന്നുള്ളതും ഇതുവരെ അനുഭവിച്ചിട്ടില്ല. സോ അത് പഠിക്കണം, അത് അനുഭവിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഇതുള്ളത്. സോ സ്റ്റോറി ഭയങ്കര ഇംപ്രസീവ് ആയിരുന്നു. ഒറ്റ സ്ട്രെച്ചിൽ ഞാൻ സ്റ്റോറി ഇങ്ങനെ കേട്ടിരുന്നു, ഭയങ്കരമായിട്ട് വെരി സ്ട്രൈക്കിംഗ്. സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാലു, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സലീം. സാലു മോളെ ഒരു കാര്യം ചോദിക്കട്ടെ, സാലു ഏത് ഗ്രൂപ്പിലാ ഇപ്പൊ സംസാരിച്ചാള്? സലീം സർ ഏത് സബ് ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു? അതിൽ ഏത് ഗ്രൂപ്പിലാന്ന് ഓർക്കുന്നുണ്ടോ സലീം സർ? ഇല്ല, ഞാൻ ഏതൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലുണ്ട്. ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം സിന്ധു മാം. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പൊ ഇനി ആരെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ? ഫസ്റ്റ് ടൈം ഈ ഒരു ബി മാജിക് സെഷൻ അറ്റൻഡ് ചെയ്യുന്ന മറ്റാരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങളൊന്ന് മുന്നോട്ട് വരിക. ജസ്റ്റ് നിങ്ങളുടെ പേര് നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഫസ്റ്റ് ടൈം ആയിട്ട് ഈ ക്ലാസ് കേൾക്കുന്ന ആരെങ്കിലും, ക്ലാസ് എന്നല്ല ബി മാജിക്കില് ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആരെങ്കിലും ഉണ്ടോ? എന്റെ പേര് സലീം എന്നാണ് കേട്ടോ. പേര് സലു നോക്കണ്ട. സലീം എന്നാണ്. ഓക്കെ ഓക്കെ. സലീം സാറെ ഞങ്ങൾക്ക് അറിയാം, അതുകൊണ്ടാണ് സാർ നമ്മുടെ ഓഫീസിൽ വന്നിട്ടുണ്ട്. നമ്മുടെ നിയറസ്റ്റ് ആയിട്ട് സേഫ് സാറെ നാട്ടിലാണ്. ഓക്കെ ഫൈൻ. അപ്പൊ ആരുമില്ല, ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത ആരുമില്ല. എന്നാ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലെ? ടൈം ആയിട്ടില്ലല്ലോ. ഇനി സ്റ്റോറി കേൾക്കണം എന്നുണ്ടാർക്കല്ലോ. സ്റ്റോറി പറയാണെങ്കിൽ കുറെ ഉണ്ട് ഇനി. ഓക്കെ, എന്നാ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ ഇന്ന് നല്ലൊരു സ്റ്റോറി അല്ലെ? നല്ല സ്റ്റോറി പറഞ്ഞാല് നല്ല ഇപ്പം ബഷീർ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൈ സ്റ്റോറിയില് കേട്ടത് വെച്ച് നല്ലൊരു സ്റ്റോറി ആയിട്ട് തോന്നിയിട്ടുള്ളത്. എനിക്ക് അങ്ങനെ തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. സോ നല്ലൊരു സ്റ്റോറി നിങ്ങളിലേക്കാണെങ്കിൽ നമ്മളിലേക്ക് എത്തിച്ചു തന്നിട്ടുള്ള ഓസ്റ്റിൻ സാറിനും ദെൻ ഇന്ന് ഈ ഒരു സെഷനിൽ പങ്കെടുത്ത എല്ലാ മെമ്പേഴ്സിനും താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ബൈ ഓൾ. Thank you so much. Thank you all. Thank you, Austin sir. Thank you. Thank you so much.